ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം അതിലെ ലക്ഷണം പറഞ്ഞു. മുക്തിയാണ്, ദുഃഖിക്കാണ്ടിരിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ദുഃഖത്തിൻ്റെ ബാധയില്ലാത്ത സുഖം. ഇടയ്ക്കിടയ്ക്ക് ദുഃഖിച്ചും കൊണ്ടുള്ള സുഖം ആവശ്യമില്ല. ഒട്ടും ദുഃഖമില്ലാണ്ടിരിക്കണം. ഉണർന്നിരിക്കുമ്പോഴും സമാധാനമായിട്ടിരിക്കാൻ പറ്റണം, ഉറങ്ങുമ്പോൾ മാത്രമല്ല. അതാണ് ഇവിടെ വിഷയം. അങ്ങനെ ഒരു സുഖമുണ്ടോ എന്നുള്ള അന്വേഷണം അത് പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴൊക്കെ ഉണ്ട്. പക്ഷേ പണ്ടേ അത് അന്വേഷിച്ച് ഋഷിമാർ പറഞ്ഞു വെച്ചു, അങ്ങനെ ഉണ്ട്. സുഖം വസ്തുനിഷ്ഠമല്ല. നമ്മുടെ വിചാരം ഒരു വസ്തുവിലാണ് സുഖം എന്ന് കരുതി അതിൻ്റെ സാന്നിധ്യത്തിൽ സുഖിക്കാം എന്ന് വിചാരിച്ചാൽ പറയാൻ പറ്റില്ല. അങ്ങനെ ആയിക്കോളുന്നില്ല. കിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാലും ആ വസ്തു അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാവും. പലതും പല വീടുകളിലും കാണുമ്പോൾ കേമെന്ന് കരുതി നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടോ അതവിടെ മാറാല പിടിച്ച് കിടക്കുന്നത് കാണാം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിനോടുള്ള ഭ്രമം പോയി. അതെപ്പോഴും നമുക്ക് പ്രിയം നൽകുന്നില്ല. അതുകൊണ്ട് ആ വസ്തുവിലല്ല സുഖം എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം. ഒരു പാട്ട് സുഖം തരുന്നുണ്ട്, എപ്പോഴും തരുന്നുണ്ടോ? അതാണ് ചോദ്യം. എപ്പോഴും ഇല്ല. ആ പാട്ട് തന്നെ 24 മണിക്കൂറും കേട്ടുകൊണ്ടിരുന്ന ചിലപ്പോൾ പക്ഷേ ഒന്ന് ഓഫാക്കിയിരുന്നെങ്കിൽ തോന്നും. ഒരേ പാട്ട് എപ്പോഴും സുഖം തരണില്ല. നമ്മളുടെ മനോഭാവത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ അവസ്ഥ മാറുന്നതനുസരിച്ചിട്ട് അത് സുഖം തന്നോളന്നില്ല. ഒരാൾക്ക് സുഖം കൊടുക്കണമുണ്ട്, അത് വേറൊരാൾക്ക് സുഖം കൊടുക്കണമെന്നില്ല. ഒരു പാട്ട് അച്ഛനിഷ്ടം പറഞ്ഞിട്ട് കാര്യമില്ല, മകനിഷ്ടമല്ല. പാട്ടിലാണ് സുഖമെങ്കിൽ 2 പേർക്ക് സുഖം ഉണ്ടാവണം. ഒരു പലഹാരത്തിലാണ് സുഖം ഇരിക്കുന്നതെങ്കിൽ ആ പലഹാരം എല്ലാവർക്കും സുഖത്തെ നൽകണം, അതില്ല. അതൊന്ന് മനസ്സിലാക്കാം. വസ്തുവിലല്ല സുഖം, ആത്മാവിലാണ്, അല്ലെങ്കിൽ തന്നിലാണ്. തനിക്കാണ് സുഖം, താനാണ് ആനന്ദസ്വരൂപൻ. ഇതാണ് ഈ ഭാഗവതം ബോധിപ്പിക്കുന്നത്. നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ വിഷയം ആനന്ദമാണ്. അതിൻ്റെ വേറൊരു പേരാണ് മുക്തി. മോഹങ്ങളിൽ നിന്നുള്ള മുക്തി, ആഗ്രഹങ്ങളിൽ നിന്ന്, ഭ്രമങ്ങളിൽ നിന്ന്. സത്യം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത്. അറിവില്ലായ്മയാണ് ഭയത്തിന് കാരണം. ഭയമാണ് ദുഃഖം ഉണ്ടാക്കുന്നത്. ഇപ്പം കുറച്ച് കഴിഞ്ഞു, കുട്ടി സ്കൂൾ വിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് വലിയ ദുഃഖമായി. കാരണം ഭയം കൊണ്ടാണ്. എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. നേരെ മറിച്ച് വ്യക്തമായിട്ട് അറിയാമെങ്കിലോ ട്യൂഷന് പോയതാണ്, കൂടെ മറ്റ് കുട്ടികളുണ്ട് എന്ന് നല്ലപോലെ അറിയെങ്കിൽ പരിഭ്രമമൊന്നുമില്ല. ഇതുപോലെ വ്യക്തമായി കാര്യം അറിയുന്ന ഒരാൾക്ക് എന്തില്ല, ഒരാളുടെ ജനനത്തിലോ മരണത്തിലോ സന്തോഷമോ വലിയ സുഖമോ അല്ലെങ്കിൽ ദുഃഖമോ രണ്ടുമില്ല. എപ്പോഴും ആനന്ദം. അങ്ങനെ ഇരിക്കുക, അതാണ് ഇവിടെ വിഷയം. അതിനെപ്പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിമിനവയോഗി സംവാദം എന്ന പ്രകരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിമിരാജാവിന് അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. 9 യോഗീശ്വരന്മാരെ കാണാൻ സാധിച്ചു. അവർ ഇദ്ദേഹത്തിന് സംശയങ്ങൾ ഇല്ലാണ്ടാക്കി കൊടുക്കുകയാണ്. അതിലെ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ഇത്രയും പേര് പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മൾ കണ്ടു. വിസ്തരിച്ചൊന്നും ഇപ്പോഴും കണ്ടിട്ടില്ല. വളരെ ചുരുക്കി അതിൻ്റെ ഒരു സാരം വലിയൊരു കുഴപ്പമില്ലാത്ത മട്ടിൽ ലളിതമായിട്ട് പറഞ്ഞതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഓരോരോ ചോദ്യം ശ്രദ്ധിച്ചാൽ എന്താണ് ദുഃഖം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദുഃഖത്തിന് കാരണം ഭയമാണെന്നും, ഭയത്തിന് കാരണം അജ്ഞാനമാണെന്നും, അജ്ഞാനം എന്ന് പറഞ്ഞാൽ പലതുണ്ടെന്നുള്ള വിചാരമാണെന്നും, ഞാനെന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അതാണ് സത്യം. ഞാനേ ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്തില്ല, എനിക്ക് രാഗവും ദ്വേഷവും ഇല്ല, എനിക്കൊക്കെ പ്രധാനമാണ്. അപ്പോൾ ഇതൊക്കെ ഞാനാണെന്ന് പറയുന്നത് എനിക്ക് 2 കൈയും പ്രധാനമല്ലേ? എനിക്ക് വലത്തെ കൈയിനോട് സ്നേഹം, ഇടത്തെ കൈയിനോട് ദേഷ്യം ഉണ്ടോ? ഇല്ല. ഇതൊക്കെ ഞാനാണെങ്കിൽ എനിക്ക് നിങ്ങളോട് എന്തില്ല, നിങ്ങളോട് രാഗവും ഇല്ല, ദ്വേഷവും. ഇത് ഞാൻ തന്നെ. എനിക്ക് എന്നോട് എന്തിന് രാഗവും ദ്വേഷവും? ഞാനേ ഉള്ളൂ. ഈ ഒരു ഭാവമാണ് ആർക്കുണ്ടാവുക? ജ്ഞാനിക്ക് ഉണ്ടാവുക. ഇങ്ങനെയൊരു ഭാവം വേണമെങ്കിൽ എന്ത് വേണം? വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായില്ലല്ലോ ആ വഴിക്ക് സഞ്ചരിക്കണ്ടേ. അതുകൊണ്ട് ഉള്ളിലുള്ള കാമവാസനയൊക്കെ ഒന്ന് കുറയ്ക്കണമെങ്കിൽ കായേന വാച മനസ്സേന്ദ്രിയർവ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ശുദ്ധമാക്കാൻ ശ്രമിക്കുക. മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതൊക്കെ നല്ലതാക്കുക. അങ്ങനെയാകുമ്പോൾ വലിയ തടസ്സം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം. മനസ്സാക്ഷിക്ക് നിരക്കുന്നത് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. തൻ്റെ ധർമ്മം വൃത്തിയിൽ അനുഷ്ഠിക്കുക. വളരെ കരുതിയും കൊണ്ട് ജാഗ്രതയോടുകൂടി ജീവിക്കുക. ചെയ്യണ കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യണ കർമ്മം ആധ്യാത്മിക സാധനയ്ക്ക് തടസ്സമാവാതെ നോക്കുക. അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഇനി എങ്ങനെയെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഔചിത്യം പോലെ. താനൊരു കർമ്മം ചെയ്യുമ്പം അത് തൻ്റെ ഈ ഒരു ആധ്യാത്മിക ഉയർച്ചയ്ക്ക് എന്താവരുത്, തടസ്സമാവരുത്. ഭൗതികമായ ഉയർച്ച ഇല്ലെങ്കിൽ സാരമില്ല. എന്താണ്, ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയ്ക്ക്
തടസ്സമാവരുത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖമൊക്കെ ആധ്യാത്മിക ഉയർച്ചയ്ക്ക് സഹായമാവും. എന്താണ്? ഭൗതികമായിട്ട് നഷ്ടം ഉണ്ടായത്, ബിസിനസ് പൊളിഞ്ഞു ആയിക്കോട്ടെ, നഷ്ടമൊക്കെ ആവും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് അത് കാരണമാവാറുണ്ട്. മേൽപ്പത്തൂരിൻ്റെ കഥ, വാതരോഗം വന്നു, ആധ്യാത്മിക ഉയർച്ചയ്ക്ക് കാരണമായി. ബാലകൃഷ്ണൻ സാറുടെ കഥ, മകൻ മരിച്ചു, ആധ്യാത്മിക ഉയർച്ചയ്ക്ക് സഹായമായി. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പലരെയും കഥ, ഗോപാലൻ നായർ, പണ്ഡിറ്റ് ഗോപാലൻ നായർ ഭാഗവത്തിന് വ്യാഖ്യാനം രചിച്ച ആളാണ്. അദ്ദേഹം വ്യാഖ്യാനം രചിക്കാൻ കാരണം തൻ്റെ പത്നിയും മകനും മരിച്ചതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ഭക്തി വേദാന്ത പ്രഭുപാദർ, ഇസ്കോണിൻ്റെ സ്ഥാപകൻ, വലിയ കോടീശ്വരനായിരുന്നു. പെട്ടെന്നൊരു ദിവസം തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടതാണ്. അതോടുകൂടി അദ്ദേഹം അങ്ങനെ ചിരിക്കാൻ തുടങ്ങി. ലേശൊരു എപ്പോഴെപ്പോഴും അങ്ങനെ ചിരിക്കുക, ആകെ വിഷമം ഉണ്ടാവും, പുറമേക്ക് ചിരിയ വരുന്നത്. അങ്ങനെ അദ്ദേഹം നല്ലൊരു ഗുരുനാഥനെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ ഉപദേശം, അങ്ങനെയാണ് അദ്ദേഹം ഇസ്കോൺ സ്ഥാപിക്കുന്നത്. പിന്നെ ആനന്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം, ജീവിതത്തിലുണ്ടാവുന്ന നഷ്ടങ്ങളിലൂടെ അവരൊക്കെ മാറുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ ഭൗതികമായിട്ട് നഷ്ടമായി തോന്നേക്കാം, ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ജനങ്ങളിപ്പം സമ്പന്നനാണെന്നോ ദരിദ്രനാണെന്നോ അതൊക്കെ അവർക്ക് എന്താ വെച്ചാൽ പറയാം, അതിലൊന്നും വിഷയമില്ല. ഞാൻ എന്തായാലും ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ എന്ത് വന്നാലും അത് തൻ്റെ ഉയർച്ചയ്ക്കാണെന്ന് മനസ്സിലാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതാണ് വേണ്ടത്. അതാണ് കായേന വാച മനസ്സേന്ദ്രിയർവാളിലേക്ക് ഒരു സാരം, സമർപ്പണം. ഭഗവാന് സമർപ്പിച്ച് കഴിഞ്ഞു. പിന്നെ ഇപ്പം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒക്കെ ഞാൻ ഇടപെടണ്ട. ഞാൻ ആരുടെയാ? പിന്നെ അയാൾ ഇടപെട്ടോളൂ. ഞാനിത് പരിശോധിക്കാൻ നിൽക്കണ്ട. ഞാൻ കൊടുത്തു കഴിഞ്ഞു. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യരുത്? ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കുക എങ്ങനെയുണ്ട്. കൊടുത്ത പിന്നെ അയാളുടെ, പിന്നെ അത് എങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അതിൽ അവകാശം വെക്കരുത്. അപ്പം സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്താ കുഴപ്പം? ആര് നോക്കിക്കോളും? അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. എന്നെ എങ്ങനെ നടത്തണം എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കും, നടത്തട്ടെ. ഇതാണ് സമർപ്പണം. പക്ഷെ നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല. കൊടുത്തു എന്നൊക്കെ പറയുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യും? അങ്ങയുടെ അല്ല കേട്ടോ ഞാൻ എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. അതാണ് അഹന്ത, ഭഗവാനെ മറക്കുക. അപ്പോൾ ആ ഒരു കുഴപ്പമില്ലാണ്ട് ശ്രദ്ധിക്കണം. അതാണ് സമർപ്പണം കൊണ്ട് ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സമർപ്പണം എല്ലാവർക്കും ഉണ്ടാവണില്ല? അതിപ്പോൾ എന്താ ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? വാസന, ഉള്ളിലുള്ള വാസന പ്രബലമായാൽ, ഇതൊന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. കുറേ കാലത്തെ ശീലം നമുക്ക് എളുപ്പം മാറ്റാൻ പറ്റുമോ? നാളെ ഒരു ദിവസം മുതൽ എന്നങ്ങോട്ട് കേട്ട് പ്രഭാഷണം കേട്ടു, നാളെ 2:30 എണീക്കുക പറഞ്ഞാൽ പറ്റുമോ? അതിപ്പം അങ്ങോട്ട് തീരുമാനിക്കും. കുറച്ച് കഴിഞ്ഞൊരു 3 മണി 4 മണിക്ക് ആകുമ്പോൾ വേണ്ട അങ്ങനെയൊക്കെ ഭയാക്ക് അങ്ങനെയൊക്കെ പറയാം, നമ്മളിപ്പോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യം നല്ലത്. കുറേ കാലമായിട്ട് നമ്മൾക്ക് ശീലിച്ച് വെച്ചത് പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. അതിനെന്ത് വേണം? തീവ്രമായ പ്രയത്നം ആവശ്യമാണ്. അതുകൊണ്ട് പ്രാകൃത ഭക്തന്മാർ മധ്യമരാവാൻ നോക്കുക, മധ്യമർ ഉത്തമനാവാൻ നോക്കുക. ഉത്തമൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സുഖം ദുഃഖം വെയിൽ ചൂട് ഇതൊന്നും ഇല്ല എന്നല്ല, അതിലൊന്നും അവർ പരാതി പറയില്ല, അവരതിലൊന്നും വിഷമിക്കില്ല. ഇതൊക്കെ ഭഗവാന്റെ എന്ന് മനസ്സിലാക്കി അവർ ഒരു പരിഭവവും ഇല്ലാണ്ട് ദരിദ്രനാണെങ്കിലും സമ്പത്തുണ്ടെങ്കിലും അവർക്കതൊന്നും ഒരു വിഷയമില്ല എന്നർത്ഥം. അവർക്ക് ലോകത്ത് ഭഗവാനല്ലാണ്ട് വേറൊന്നിനെ അവർ കാണില്ല. ആ പാകത്തിനാവണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദ്യം, ഇങ്ങനെ എല്ലാവർക്കും ആവാൻ പറ്റാത്തത് എന്താ? അതിന് കാരണം മായയാണ്, അജ്ഞാനമാണ്. അജ്ഞാനം ഇല്ലാണ്ടാവാൻ എന്ത് വേണം? അതിന് ഗുരുനാഥനെ ആശ്രയിക്കണം, അജ്ഞാനം ഇല്ലാത്ത ഒരാളെ ആശ്രയിക്കണം. നമുക്ക് സമ്പത്ത് വേണമെങ്കിൽ ദരിദ്രനെ ആശ്രയിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് സുഖം വേണമെങ്കിൽ സുഖമുള്ള ആളെ ആശ്രയിക്കണം. അതല്ലാതെ ദുഃഖിക്കുന്ന ആളെ പോയി ആശ്രയിച്ച് അയാളെ കയ്യിലുള്ള തരിക, നമ്മുടെ ദുഃഖവും അയാളുടെ ദുഃഖവും കൂടി വലിയ ദുഃഖമായിട്ട് മാറും. അതുകൊണ്ട് ജ്ഞാനിയെ ആശ്രയിക്കുക, നല്ലൊരു ഗുരുനാഥനെ ആശ്രയിച്ച ആ ഗുരുനാഥൻ്റെ പാദവും ഭഗവാന്റെ പാദവും രണ്ടല്ല എന്ന് മനസ്സിലാക്കി വിനയത്തോടു കൂടി അദ്ദേഹത്തെ പരിചരിച്ചാൽ അദ്ദേഹത്തിന് ശിഷ്യൻ പ്രാപ്തനാണെന്ന് അറിഞ്ഞാൽ തത്വം ഉപദേശിക്കും. അതുവരെ ഉപദേശിച്ചോളണമെന്നൊന്നുമില്ല. അതുവരെ വേറെ എന്തെങ്കിലും പുറംപണിക്ക് ഏൽപ്പിക്കുക. നല്ലോണം ആയി പക്വത വന്നു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ തത്വം ഉപദേശിക്കും. ശ്രദ്ധാം ഭാഗവതയ ശാസ്ത്രേ, അങ്ങനെ ആ ഭാഗവത്തിൽ ശ്രദ്ധിക്കുക, മറ്റുള്ള പദ്ധതികളെ നിന്ദിക്കാണ്ടിരിക്കുക. അത് വലിയൊരു ഗുണമാണ്. അങ്ങനെ ആ ഒരു ശീലം വേണം. ഭാഗവതം അങ്ങോട്ട് പഠിച്ചു തുടങ്ങി, ഭാഗവതം ആണ് കേമം, ഗീത പോരാ, അങ്ങനെയൊന്നും പറയരുത്. ആരതൊക്കെ തീരുമാനിക്കുന്നത്? ഇതൊക്കെ വ്യാസൻ രചിച്ചതാണ്. അതുകൊണ്ട് തനിക്ക് രുചി അതിനോടുണ്ടെന്ന് കരുതി ബാക്കിയുള്ളതൊക്കെ മോശം എന്ന് പറയുന്നത് ശരിയല്ല. അതങ്ങനെ പറയണ്ട. അത് സദ്യക്ക് ഇപ്പോൾ ഏത് വിഭവ കേമെന്ന് ചോദിച്ചാൽ ഒക്കെ കേമം തന്നെയാണ്. പുളിയിഞ്ചിയും കേമാണ്, ഉപ്പിലിട്ടതും കേമാണ്. അതിന് തന്നെ വേണ്ടേ? പുളിയിഞ്ചിയുടെ സ്ഥാനത്ത് പായസം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതുപോലെ പുളിയിഞ്ചിക്ക് സാമ്പാറിന് പായസം മതിയോ? അതുപോലെ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ഥാനമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാവും ഇഷ്ടം. അതാണ് ഇങ്ങനെ സദ്യ. ഇതൊക്കെ ഒരേ ഒരു ആചാര്യൻ തന്നെയാണ് എഴുതിയത്. അതൊക്കെ ജനങ്ങളുടെ സത്വര തമോ ഗുണങ്ങൾക്കനുസരിച്ച് എല്ലാവരും നേരെയാവട്ടെ കരുതിയിട്ട് പല ചേരുവകളുണ്ട് ഇതിൽ. അപ്പം അത് അവനവൻ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് താല്പര്യമുള്ള ഈ ഒരു സാത്വിക പുരാണം സ്വീകരിച്ച് അത് പഠിക്കുക. മറ്റുള്ള പദ്ധതികളെയും സമ്പ്രദായങ്ങളെയും നിന്ദിക്കാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരാൾക്ക്
ആത്മതത്വം ഈശ്വരൻ്റെ സ്വരൂപം വ്യക്തമാവും. അപ്പോഴാണ് ഈശ്വരൻ്റെ സ്വരൂപം എന്താ ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞു 3 അവസ്ഥകളിലും ഉള്ളത്, 3 കാലത്തിലും ഉള്ളത് ആണ്. നമ്മളുടെ എത്രയോ ബാല്യം, കൗമാരം, യൗവനം മുതലായിട്ടുള്ള അവസ്ഥയിലും ഞാനൊരു മാറ്റമില്ലല്ലോ. ഉണ്ടോ? ഞാൻ തന്നെയല്ലേ പറയുക ബാല്യം, ഞാൻ ഓർത്തെടുക്കണില്ലേ, ഞാൻ തന്നെയല്ലേ, വേറെ ഞാനായിട്ട് തോന്നിയോ? ഞാൻ എന്നുള്ളതിന് പ്രായം കൂടുതലായിട്ട് നമുക്ക് തോന്നിയോ? ആത്മാവിന് പ്രായം കൂടിയോ? മനസ്സിനും ശരീരത്തിനൊക്കെ ലേശം പ്രായമൊക്കെ ഉണ്ടാവും. ഞാൻ എന്നുള്ളതിനൊരു മാറ്റവും, അതിപ്പോൾ എത്ര പ്രായമായാലും അതങ്ങനെ പോകുന്നില്ല. അത് മരിച്ചാലും പോകില്ല. മരിക്കുന്നത് ശരീരം, ആരല്ല, ആത്മാവല്ല. എന്താ കാരണം? അത് ജനിച്ചിട്ടില്ല. അത് എപ്പോഴും ഉള്ളതാണ്. അത് മനസ്സിലാക്കൂ. അതാണ് ഭഗവാന്റെ സ്വരൂപം, അതാണ് ആത്മസ്വരൂപം. അപ്പോഴാണ് ചോദ്യം, ഇതിന് അറിയാനാണ്, ഇത് മനസ്സിലാക്കാനാണ് എല്ലാ കർമ്മങ്ങളും. അപ്പോൾ രാജാവ് ചോദിച്ചു, കർമ്മയോഗം വതത നഹ. അതുപോലെയാണ് ഇന്ന് നീ കാണുന്നത്. ഇതിപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നും കൂടി കഥ ഇതുവരെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് എന്താ പറയണോ മനസ്സിലാവില്ലേ, അതാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പം ഇനിയാണ് ചോദ്യം, കർമ്മയോഗം. പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് ഈ ചോദ്യം ഋഷിമാരോട് ചോദിച്ചപ്പം അവരെനിക്ക് ഉത്തരം പറഞ്ഞു തന്നില്ല. ഏവം പ്രശ്നം ഋഷീൻ പൂർവം അവൃച്ഛം പിതുരന്തികേ നാബ്രുവൻ ബ്രഹ്മണപുത്രാഹ തത്ര കാരണമുച്യതാം. ഞാൻ പണ്ട് ഇത് ചോദിച്ചിരുന്നു. അപ്പം ആ ഋഷിമാരെനിക്ക് ഉത്തരം പറഞ്ഞു തന്നിട്ടില്ല. ഉത്തരമായിട്ട് ആവിർഹോത്രം പറയാണ്, അന്ന് അവർ ഉത്തരം പറഞ്ഞു തരാണ്ടിരുന്നത് ആളെ നോക്കിയിട്ടൊക്കെ ഉത്തരം പറയുക. അന്ന് കുട്ടിയായിരുന്നു, നിനക്കത് പറഞ്ഞൊന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പറഞ്ഞു തരാതിരുന്നത്. ശരിയാണ്, കുട്ടിക്കാലത്ത് പറഞ്ഞാൽ മനസ്സിലായി. ഇതൊക്കെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എന്താണ്? അല്ലാതെ ഇപ്പോൾ ചെറുപ്പക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ചിലത് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാനും സാധ്യത ഉണ്ട്. സർവധർമാൻ പരിത്യജ്യ എന്നങ്ങോട്ട് പറഞ്ഞാൽ എല്ലാ ധർമ്മവും ഒഴിവാക്കണം. ഇത് കിട്ടാൻ കാത്തിരിക്കരുത്, ഇതെവിടെ നോക്കിയിരിക്കും, അങ്ങനെ അങ്ങോട്ട് പുറപ്പെട്ടാൽ ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ട് ആളെ നോക്കിയിട്ട് ഉപദേശിക്കുള്ളൂ, പ്രായം നോക്കിയിട്ട്, ഏത് കർമ്മ ചെയ്യണത് നോക്കിയിട്ട്. അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, സജ്ജനങ്ങൾ ഉപദേശിക്കുള്ളൂ. ചോദിച്ചു എന്ന് കരുതിയിട്ട് ഉത്തരം പറയണമെന്നില്ല. ഉത്തരം അവർക്ക് അറിയാൻ പറഞ്ഞിട്ട് കാര്യം, അവർ പറയില്ല. കാരണം ആ ഉത്തരം പറഞ്ഞാൽ അപകടം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അവർ മിണ്ടാണ്ടിരിക്കും. നീ അന്ന് കുട്ടിയായതുകൊണ്ടും വേണ്ടത്ര ഒരു വിവേകം ഇല്ലാത്തത് കൊണ്ടുമാണ് അന്ന് കർമ്മത്തെപ്പറ്റി പറയാണ്ടിരുന്നത്. കാരണം കർമ്മത്തെപ്പറ്റി പറയാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണത്, അത്ര എളുപ്പമല്ല. ധർമ്മം എളുപ്പമാണ്, പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്. ഇപ്പോഴും രാമനെ പറ്റി കുറ്റം പറയണില്ലേ, രാമൻ ചെയ്തത് ശരിയോ ചോദിച്ചിട്ട് ധർമ്മിഷ്ഠനാണെന്നാണ് പറയണത്. പക്ഷെ പലർക്കും അഭിപ്രായമൊന്നുമില്ലല്ലോ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക പറഞ്ഞ ഈ ലോകത്തൊരിക്കലും സാധിക്കില്ല. കർമ്മത്തിൽ എന്തായാലും പോരായ്മ ഉണ്ടാവും, ഒരു സംശയ കാര്യത്തിലില്ല. ഒരു പെർഫെക്ഷൻ ഒരിക്കലും എവിടെ ഉണ്ടാവില്ല, കർമ്മത്തിലുണ്ടാവും, ഒരിക്കലും ഇല്ല. അത് ആദ്യം അറിയണം. അങ്ങോട്ട് വലിയ പെർഫെക്റ്റായിട്ടൊരു കാര്യം ചെയ്യുക, അത് ഒരാൾക്കും സാധിക്കില്ല. പെർഫെക്ഷൻ എവിടെ മാത്രമേ ഉള്ളൂ, അത് ആത്മാവിൽ മാത്രമേ ഉള്ളൂ. പൂർണ്ണത ആത്മാവിൽ മാത്രം. ശരീരത്തിലുണ്ടോ പൂർണ്ണത, മനസ്സിനുണ്ടോ പൂർണ്ണത, പ്രവൃത്തിയിലുണ്ടാവും പൂർണ്ണത? ഉണ്ടാവില്ല. കർമ്മം അത് പലർക്കും അത് വിഷമായി എന്ന് വരാം, മാറിക്കൊണ്ടിരിക്കാം, അതൊന്നും വലിയ പ്രധാനമല്ല. അപ്പം അതുകൊണ്ട് ഈ വക വിഷയങ്ങൾ പറയൽ ബുദ്ധിമുട്ടായതുകൊണ്ടും അക്കാലത്ത് താൻ കുട്ടിയായതുകൊണ്ട് അത് കേട്ടാൽ മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടുമാണ് അന്ന് ഋഷിമാരത് പറയാണ്ടിരുന്നത്. പക്ഷേ ഇപ്പം തനിക്ക് അത്യാവശ്യമൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാറായല്ലോ, അതുകൊണ്ട് ഞങ്ങളത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആവിർഹോത്രനാണ് ഉത്തരം പറയണത്. കർമ്മം, അകർമ്മം, വികർമ്മം, ഇങ്ങനെ 3 തരത്തിലാണ് പറയുക. കർമ്മം, അകർമ്മം, വികർമ്മം. അതൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യുക, അതാണ് വേദവിഹിതമായ കർമ്മം. താൻ ചെയ്യേണ്ട ധർമ്മം പലതും ഉണ്ടാവും. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരെ നോക്കേണ്ടത് മകൻ്റെ ധർമ്മമാണ്. കല്യാണം കഴിച്ചാൽ പിന്നെ അച്ഛനും അമ്മയും മാത്രം നോക്കിയാൽ മതിയോ? അല്ല, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആരെയും നോക്കണം, ഭാര്യയെ നോക്കണം, അതാണ് പത്നിയെ നോക്കേണ്ടത് തൻ്റെ ധർമ്മമാണ്. മക്കളുണ്ടായാൽ മക്കളെ നോക്കണം, ധർമ്മമാണ്. മക്കളുടെ മുന്നിൽ താൻ അച്ഛനാണ്, അപ്പം അച്ഛൻ എന്ന ധർമ്മമാണ് അവിടെ. ഭാര്യയുടെ മുന്നിലോ താൻ ഭർത്താവ് എന്ന ആ ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. അച്ഛൻ്റെ അമ്മയുടെ മുന്നിലോ മകൻ എന്ന ധർമ്മം അനുഷ്ഠിക്കണം. തൻ്റെ അടുത്ത അയൽവാസി ഉണ്ടാവും, അവരോടോ അയൽധർമ്മം അനുഷ്ഠിക്കണം. താനൊരു പൗരനാണ്, അപ്പോൾ പൗരധർമ്മം അനുഷ്ഠിക്കണം. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അർത്ഥം. അത്ര എളുപ്പമല്ല ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോലെ. അപ്പം വേദഭീതമായ കർമ്മം, താൻ ചെയ്യേണ്ട ധർമ്മം വൃത്തിയിൽ അനുഷ്ഠിക്കുന്നതിനെ കർമ്മം എന്ന് വിളിക്കാം. ഇനി അകർമ്മം എന്ന് പറഞ്ഞാലോ, അത് 2 തരത്തിൽ പറയും. അകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം ഇല്ലാത്ത ബ്രഹ്മം, എന്താണ് ജ്ഞാനം എന്നർത്ഥം പറയാറുണ്ട്. അല്ലെങ്കിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്യാണ്ടിരുന്നാൽ ബുദ്ധിമുട്ടാണ്. വികർമ്മം എന്ന് പറഞ്ഞാൽ അപകടമാക്കി ചെയ്യുക. ഇങ്ങനെ 3 തരത്തിലാണ് പറയുക. ഇങ്ങനെയുള്ള പ്രശ്നം വരാണ്ടിരിക്കാൻ എന്തു വേണം? നമ്മൾ ചെയ്യേണ്ടത് അത് യോഗമാക്കി മാറ്റുക. കർമ്മം ചെയ്യുമ്പം അത് ബന്ധിക്കാൻ കാരണമുണ്ട്. നമ്മളിൽ ഒട്ടും ഏത് കർമ്മം ചെയ്യുമ്പോഴും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ കർമ്മം ഒട്ടണമെന്നുള്ളത് മനസ്സിലാക്കില്ല. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് മനസ്സിലാവും ഇത് ഒട്ടുന്നുണ്ടെന്നുള്ളത്. ഒപ്പം നിൽക്കുമ്പോൾ കുഴപ്പമില്ല, അതങ്ങോട്ട് പോകുമ്പോഴാണ് എത്ര കണ്ട് ഒട്ടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുക. തൻ്റെ അടുത്തുള്ളപ്പോൾ ഒന്നും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അയാളുടെ അഭാവത്തിലാവും ചിലപ്പോൾ എന്താ അറിയുക, എത്ര കണ്ട് എൻ്റെ മനസ്സിന് അത് ഒട്ടിയിട്ടുണ്ടെന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് കർമ്മം ചെയ്യണ സമയത്ത് ഒട്ടാണ്ട് നോക്കണം.
പലരും കർമ്മം ചെയ്ത് ഇപ്പോൾ റിട്ടയർ ആയാലും ഒഴിവാക്കാൻ വയ്യ ഇല്ലേ? അന്ന് പറഞ്ഞത് കർമ്മം ചെയ്യാൻ എന്തിനാണ്, ഒന്ന് ജോലി വിട്ടിട്ട് വേണം ലീവ് എടുക്കാൻ പറഞ്ഞ ആളായിരുന്നു. അന്ന് കുറേ ലീവ് എടുക്കും ചെയ്തു. ഇപ്പം പിന്നെ വയ്യ. ഇനിയിപ്പോൾ ശമ്പളമൊന്നും ഇല്ല എന്ന് കണ്ടാലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, വെറുതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞാൽ കർമ്മം ഒട്ടി എന്നർത്ഥം. അത് ഒഴിവാക്കാൻ വയ്യാത്ത വിധം ഒട്ടി. ഇനി അങ്ങനെ ഒഴിവാക്കിയിരുന്ന വല്ല മാനസിക പ്രശ്നം വരും ചെയ്യും. വെറുതെ ഇരുന്നാൽ ബുദ്ധിമുട്ടായി. അത്രയ്ക്ക് അതായിട്ട് എന്ത് ചെയ്തു, അങ്ങോട്ട് സംഘം വന്നു പോകുന്നുണ്ട്. ഈ ഒട്ടൽ പ്രശ്നത്തിന് കാരണമാണ്. ഒട്ടാണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് കർമ്മം ചെയ്യുമ്പം അതിന് ഒരു പശുണ്ടെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് ഒട്ടാണ്ട കർമ്മം ചെയ്യാൻ സാധിക്കുക. അതിനെയാണ് യോഗം എന്നൊക്കെ പറയുക. യോഗ കർമ്മസുകൗശലം. ഗീതയിൽ പറയും യോഗം എന്ന് പറഞ്ഞ അർത്ഥം കർമ്മസുകൗശലം. കൗശലം എന്ന് പറഞ്ഞാൽ കുശലതയോടുകൂടി കർമ്മം ചെയ്യാൻ പറ്റുക, സാമർഥ്യത്തോടു കൂടി കർമ്മം ചെയ്യാൻ പറ്റുക. കർമ്മത്തിൽ ആ ഒരു പശുണ്ടെന്ന് മനസ്സിലാക്കി തന്നിൽ ഒട്ടാണ്ട ചെയ്യാൻ സാധിക്കുക. അവരെയാണെന്ത് പറയുക, യോഗി എന്ന് പറയാം. കുശലം എന്ന് പറഞ്ഞാൽ കുശാനില്ലാതി. കുശം എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ലാണ്. ദർഭപ്പുല്ല് കൊണ്ടുവരുന്നവനെയാണ് എന്ത് വിളിക്കുക, പണ്ട് കാലത്ത് കുശലൻ എന്ന് വിളിക്കുക. ഇന്ന് ഫസ്റ്റ് ട്രിപ്പിൽ ഊണഴിക്കുന്ന ആളെയാണ് നമ്മൾ, അത്രയൊരു വ്യത്യാസമുള്ളൂ. പണ്ട് കുശലൻ എന്ന് പറഞ്ഞാൽ ആ പേര് വരാൻ കാരണം എന്താ വെച്ചാൽ ദർഭപ്പുല്ല് തൻ്റെ കൈ മുറിയാണ്ട പുല്ല് പറിക്കാൻ ശേഷിയുള്ളവൻ. ആ പുല്ലിൽ മൂർച്ചുണ്ട്. പച്ചപ്പുല്ലാകുമ്പോൾ മൂർച്ച ഉണ്ടാവും. അത് കൈ മുറിയാണ്ട പൊട്ടിക്കാൻ പറ്റുക പറഞ്ഞാൽ കുറച്ചൊരു അകതിരിവുള്ള ആൾക്കത് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കി കൈ മുറിയാണ്ട് ആ പുല്ല് പറിക്കുന്നവനെയാണ് എന്ത് പറയുക, ഇതുപോലെ കർമ്മം ചെയ്യണം. കർമ്മം മൂർച്ചുണ്ട്. അത് ഇരുതല മൂർച്ചുള്ള ഒരു വാള് പോലെയാണ്. അത് തന്നെ ബാധിക്കാണ്ട ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എന്നർത്ഥം. ഫലം ആഗ്രഹിക്കാണ്ട കർമ്മം ചെയ്യുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് വിചാരിക്കേണ്ടെന്നർത്ഥം. ഒട്ടലില്ലാണ്ട കർമ്മം ചെയ്യുക പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് സാധിക്കുക, അതാണ് കൗശലം. രാമകൃഷ്ണദേവൻ പറയും ഇതുപോലെ ചോദിച്ചാൽ ചക്ക പോലെയാണ് കർമ്മം എന്ന് പറയും. ചക്കയ്ക്ക് വിളഞ്ഞി എന്ന് പറഞ്ഞൊരു കുഴപ്പമുണ്ടല്ലോ. എന്തെങ്കിലും കുഴപ്പമില്ലാത്തൊരു സാധനം ലോകത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കി അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുക വേണ്ടത്. അപ്പം വിളഞ്ഞി ആവാണ്ടിരിക്കാൻ വിവരമുള്ളവരെന്താ ചെയ്യുക, ചക്കയുടെ ആ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വെളിച്ചെണ്ണയായിട്ട് പോകും. അത് കയ്യിൽ തേക്കും, അത് ആ കത്തിയുടെ മുകളിൽ തേക്കും. നമ്മുടെ കത്തി വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അത് കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ കത്തിയുടെ മുകളിൽ തേക്കും, ചില ചുണ്ടുമ്പിൽ തേക്കും. ഇനി കഴിക്കുമ്പം അങ്ങനെ ഒട്ടിപ്പോണ്ട കരുതിയിട്ട് അങ്ങനെ വളരെ ആസ്വദിച്ചൊരു കുഴപ്പമില്ലാണ്ട് ചക്ക മുറിച്ച് കഴിക്കും. എന്നാൽ ഈ ചക്കയുടെ ഈ പ്രശ്നത്തെപ്പറ്റി ബോധവാനല്ലാത്ത ഒരാളാണെങ്കിലോ, അയാൾ ചക്ക മുറിക്കും, കത്തിയുമ്പിലാവും, അത് കയ്യിലായി, കഴിക്കുമ്പോൾ താടിയുമ്പിലായി, അവസാനം താടി പഠിക്കുകയും ചെയ്യും. ചക്ക കഴിച്ചതുമില്ല. ചക്കയെപ്പറ്റി നല്ല അഭിപ്രായം അയാൾ പറയൂല. ചക്ക ഒരുപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾക്ക് കിട്ടിയപ്പോൾ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തു. അയാൾ നിസ്സംഗമാകുന്ന എണ്ണ പുരട്ടി കർമ്മം ചെയ്തു, ഒരു കുഴപ്പമില്ല. ഈ നാട്ടിൽ ഈശ്വരനെ സേവിച്ച് ഒരു പ്രശ്നവുമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുന്നവരുമുണ്ട്. ഭാര്യ മക്കളൊക്കെ ആയിട്ടുണ്ടേ, ഒരു കുഴപ്പമില്ല. അങ്ങനൊന്നും ഒരു വിഷയമില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു അങ്ങനെയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ടും ഒരു പ്രശ്നവുമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുന്നവരുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ ഇതുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നല്ല ഇവിടെ വിഷയം. കൈകാര്യം ചെയ്യാൻ പഠിക്കാനുള്ളതാണ് പ്രധാനം. അത് യോഗമാക്കി മാറ്റാൻ സാധിക്കണം. കർമ്മം ചെയ്യല്ല, എന്താണ് കർമ്മയോഗം. അതിൽ ഈശ്വരനെ ചേർത്താൽ എന്തായി, യോഗമായി. ഇത്രയേ ഉള്ളൂ. നെയ്യ് കഴിച്ചാലുള്ള ദോഷം പോകണമെങ്കിൽ എന്ത് ചെയ്യും, ഡോക്ടറെ കാണിച്ചു, വൈദ്യരെ കാണിച്ചപ്പോൾ വൈദ്യർ ഒരു ഔഷധം കൊടുത്തു. നോക്കിയപ്പോൾ അത് നെയ്യാ. എടോ ഇത് കഴിച്ചിട്ടാണ് പ്രശ്നം ഉണ്ടായത്. എന്നിട്ട് താൻ തന്നെ തന്നാൽ എങ്ങനെയാണ്? അപ്പോൾ അയാൾ പറയും ഇത് വെറും നെയ്യല്ല, ഞാൻ അതിലെന്ത് ചേർത്തിട്ടുണ്ട്, ഇത് വെറും കർമ്മമല്ല, കർമ്മ യോഗം. ഇതിൽ ഞാൻ ലേശം ഔഷധം ചേർത്തിട്ടുണ്ട്, കഴിക്കാൻ തന്നെയല്ലേ പറ്റുള്ളൂ, ഇത് കഴിച്ചു കഴിയുമ്പോൾ ഉള്ളിലുള്ള പ്രശ്നം തീർന്നോളും. ഇതുപോലെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത്, അങ്ങനെ പറയണമെന്നില്ല, ആസക്തിയോടുകൂടി കർമ്മം ചെയ്ത് പറ്റിയ ദോഷം നീക്കാൻ എന്ത് ചെയ്യാണ്, കർമ്മം തന്നെയാണ് ചെയ്യണത്. പക്ഷെ എങ്ങനെ, ആസക്തി ഇല്ലാണ്ട് നിസ്സംഗനായിട്ട്. ഇതുവരെയും ഞാൻ ഫലം ആഗ്രഹിച്ചും കൊണ്ടും മക്കളെ നോക്കിയത് വലുതായിട്ട് എന്നെ നോക്കണം എന്ന് കരുതിയിട്ടായിരുന്നു. അവർ വലുതായി കഴിഞ്ഞാൽ ആരെ നോക്കണം, എനിക്ക് വയ്യാണ്ടി ആകുമ്പോഴേ എന്നെ മകൻ നോക്കണം, മകൻ അമേരിക്കയിൽ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണം എന്നൊക്കെയാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല. അങ്ങനെയൊന്നും ഉദ്ദേശിക്കാണ്ടിയാണ് നോക്കുന്നത്. അങ്ങനെ വെച്ചാൽ നന്നായി, അത് ഭംഗിയായി. അതിലെന്തെങ്കിലും കൊണ്ടുപോയിച്ച് വിരോധമൊന്നുമില്ല കേട്ടോ. അല്ല, അമേരിക്ക കൊണ്ടുപോകാൻ വെച്ചാൽ വിരോധമൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള പ്രതീക്ഷ ഒന്നും വെച്ചിട്ടല്ല, ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, എൻ്റെ ധർമ്മമാണ്, ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യാനാണ്, അത് ചെയ്യുന്നു, വൃത്തി ചെയ്യുന്നു, ആവണതുപോലെ ചെയ്യുന്നു. അതിപ്പോൾ എല്ലാവരും സർട്ടിഫിക്കറ്റ് കിട്ടിക്കോളണമെന്നില്ല, അത് വേറെ വിഷയം. അതിൽ തന്നെ ഒരു പെർഫെക്ഷൻ ഉണ്ടായിക്കോളന്നില്ല. മറ്റേ അമ്മ നോക്കുന്നത് പോലെ ഈ അമ്മ നോക്കണില്ലല്ലോ, അതിപ്പോൾ അതുപോലെ ആവുമ്പോൾ നമ്മൾ, അപ്പോൾ അതിലൊക്കെ എല്ലാവരും കൂട്ടാൻ വെച്ചാൽ ഒരുപോലെ ആവുമോ? എല്ലാ വീട്ടിലും സാമ്പാർ ഒരേ സ്വാദ, അങ്ങനെയില്ല. അപ്പോൾ അതങ്ങനെ വ്യത്യാസം, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും കർമ്മത്തിൽ എന്തുണ്ടാവില്ല, കർമ്മത്തിൽ പൂർണ്ണത ഉണ്ടാവില്ല. കർമ്മം ജഡമാണ്, അതിന് പൂർണ്ണത ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യുക, ഭഗവാൻ സന്തോഷിക്കട്ടെ എന്നുള്ള മട്ടിൽ അത്രേ പറ്റുള്ളൂ.
അതുകൊണ്ട് ഈ കർമ്മയോഗം വിധിച്ചത് ഫലത്തിന് വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും തുച്ഛങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നേടാനല്ല, സ്വർഗം കിട്ടാനുമല്ല. എന്താണ്? അങ്ങനെയൊക്കെയാണ് പറയാം. സ്വർഗം കിട്ടും. ഇവിടെ അച്ഛനെയും അമ്മയും നോക്കണം എന്തിനാണ്? സ്വർഗം കിട്ടാൻ. അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ഇയാൾക്ക് സ്വർഗ്ഗമല്ലേ മുഖ്യം, അച്ഛനും അമ്മയും അല്ല എന്നല്ലേ? ഇവിടെ മദ്യം കുടിക്കാണ്ടിരിക്കുന്നത് അവിടെ പോയാൽ മദ്യം കിട്ടും. അപ്പോൾ ഇയാളുടെ ഉള്ളിലെന്താ? ഉള്ളിൽ പുറം നന്നായിട്ട് കാര്യമുണ്ടോ? ഉള്ളിൽ അപകടമാണ്. അപ്പം അതുകൊണ്ട് അതൊന്നല്ല പ്രധാനം. അതുകൊണ്ട് സ്വർഗ്ഗകാമോ യജേത എന്നൊക്കെ ഉപനിഷത്തിൽ കാണുമെങ്കിലും അതല്ല മുഖ്യം. അത് തനി താഴ്ന്ന ആളുകളെ, ഒരു തരത്തിലും ഇതിലേക്കൊന്നും വരാത്ത ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പറയുന്ന ചില വാക്യങ്ങളാണ്. പരോക്ഷവാദോ വേദോയം ബാലാനാം അനുശാസനം. ബാലന്മാർ എന്ന് പറഞ്ഞാൽ വൃദ്ധന്മാരല്ലാത്തവർ. വൃദ്ധന്മാരോട് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളോട് ഭാഗവതം പരസ്യം വെക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എത്ര പേര് വന്നിരുന്നു ഭാഗവതത്തിൻ്റെ ഫലശ്രുതി പറഞ്ഞിട്ടാ ആണോ? ഫലശ്രുതി ഇപ്പം അത്യാവശ്യമൊക്കെ കയ്യിലിപ്പോൾ ഉണ്ട് ബാലൻസ്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ കാര്യം മനസ്സിലാക്കുക, അത്രയും വേണ്ടതാണ്. പക്ഷേ ചെറുപ്പക്കാർ വന്നിരിക്കുകയാണെന്ന് വെച്ചാൽ അതുപോലെ. അപ്പോൾ അവരോട് പറയാം എന്തെങ്കിലുമൊക്കെ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞാൽ അർത്ഥം ഫ്ലാറ്റ് കിട്ടും എന്നാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ അപ്പം വരില്ല. ഫ്ലാറ്റ് കിട്ടും, കാശ് കിട്ടും, ഭാഗവതൻ്റെ അധ്യായം കേട്ടാൽ മതി, കല്യാണം കഴിയും, വരാഹാവതാരം കേട്ടാൽ ഭൂമി ലാഭം, അങ്ങനെ പറയാം. 1-ാം ദിവസം ഭൂമി ലാഭം. വരാഹാവതാരം കേട്ടാൽ എന്ത് കിട്ടും? ഭൂമി ലാഭം. അത്രേ. വരാഹത്തിൻ്റെ ഭൂമി എങ്ങനെ കൊണ്ടുപോകല്ലേ? തെറ്റൊന്നുമില്ല. അപ്പം അതൊക്കെ വയ്ക്കും നോട്ടീസിൽ. എന്നാലേ ആൾ വരുള്ളൂന്ന്. 10 ആൾ വേണ്ടേ, എന്നാലേ പരിപാടി നടക്കുള്ളൂ. അത് കഴിഞ്ഞ് 2-ാം ദിവസം അതെന്താ, ഭദ്രകാളിയുടെ ആ കഥ കേട്ടോളൂ. എന്നാൽ പേടി പോവും. അപ്പോൾ പേടിയുള്ളവരൊക്കെ വന്നു. ഇപ്പോൾ 2 കൂട്ടരെത്തി. ഒന്ന് ഭൂമി വേണ്ടവരെത്തി, പിന്നെ പേടിയുള്ളവരെത്തി. ഇനി 3-ാം ദിവസം ശത്രുനാശം. നരസിംഹാവതാരം കേട്ടാൽ പണി കൊടുക്കണം, കുറച്ച് ദിവസമായി വിചാരിക്കണം, പോയി നോക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന് കേൾക്കാം എന്ന് കരുതി അന്ന് വരും. ആര്? ശത്രുക്കളുള്ളവരൊക്കെ എത്തി. അപ്പം തന്നെ ഏറെക്കുറെ എല്ലാവരും എത്തിയില്ലേ നാട്ടിലത്തെ. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുട്ടളൊന്നും ഇല്ലാണ്ടിരിക്കുന്നവരുണ്ടാവും. അവരെത്തിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? കൃഷ്ണാവതാരം കേട്ടോളൂ, സന്താന ലാഭാവൂ, പോയി നോക്കുക. അപ്പം അങ്ങനെ ദമ്പതികളെത്തി. ഇനിയിപ്പോൾ ആരാ വേണ്ടത്? കല്യാണം കഴിയാത്തവരെത്തണ്ടേ? രുക്മിണി സ്വയംവരം. ആ പാരെത്തി. കല്യാണം കഴിയാത്തവർ എന്നാൽ പോയി നോക്കുക, എന്നാൽ പിന്നെ കല്യാണം കഴിയും. ഒരു ഇതെല്ലാവരും ആയില്ലേ? എന്നാലും ഒന്നും കൂടി പറഞ്ഞു. അടുത്ത ദിവസം കുചേലവൃത്തം കേട്ടോളൂ, ദാരിദ്ര്യം തീരും. ഇനിയിപ്പോൾ ആരും എത്താൻ ബാക്കിയില്ല, എല്ലാവരും എത്തി. അങ്ങനെ ഹൗസ്ഫുള്ളായാൽ നീ ഏകാദശ സ്കന്ധം കേട്ടോളൂ, സമാധാനം ഉണ്ടാവും. പക്ഷെ അത് കേൾക്കാൻ ആരും നിൽക്കില്ല. ഇതാണ് ഇതിൻ്റെ സാരം. പക്ഷെ അത്ര പേർക്ക് അറിയാം എന്നാണ്. ഇതെത്ര പേര് ശ്രദ്ധിക്കും? അവരൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് എന്താ പറയണത്? രോചനാർത്ഥ ഫലശ്രുതി. രുചി ഉണ്ടാവാനാണ് ഫലശ്രുതി പറയണത്. സ്വർഗ്ഗകാമോ യജേത. സ്വർഗം കിട്ടാൻ യാഗം ചെയ്യൂ പറഞ്ഞാൽ ചെയ്യുള്ളൂ. മന്ദന്മാരങ്ങനെ ചെയ്യുള്ളൂ. കുറച്ച് വിവരമുള്ളവരങ്ങനെയല്ല. ഈ സ്വർഗ്ഗമൊന്നും വേണമെന്നില്ല, ഞാൻ അച്ഛനമ്മയും നോക്കുക, അതെൻ്റെ കടമയാണ്. അത് സ്വർഗം കിട്ടണം വെച്ചിട്ടല്ല, മക്കളെ നോക്കണം എൻ്റെ കടമയാണ്, പ്രത്യേകിച്ച് ലാഭത്തിനല്ല. ഞാൻ പൂജ കഴിക്കണതും അമ്പലത്തിൽ പോകണതൊക്കെ ഒന്നും കിട്ടാനല്ല, അതെൻ്റെ എനിക്കൊരു സന്തോഷമായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇതിൽ വേറെന്ത് കിട്ടാനല്ല. ശ്വാസം വലിക്കണത് എന്തിനാ? സ്വർഗം കിട്ടാൻ. എന്തിന്? ശ്വാസം വലിക്കണത് വലിക്കാണ്ടിരിക്കാൻ വയ്യ, അതുകൊണ്ട് വലുത് എൻ്റെ ഒരു സ്വഭാവമാണ്. വേറൊന്നും ആഗ്രഹിച്ചിട്ടല്ല. ഇതാണ് അങ്ങനെയാണ് വേണ്ടത്. അപ്പം രുചിക്ക് വേണ്ടിയിട്ടാണ് ഫലശ്രുതി. ആർക്ക്? ബാലാനാം അനുശാസനം. അല്പബുദ്ധികളായിട്ടുള്ള ആളുകൾ ഇതിലേക്കൊന്ന് ശ്രദ്ധിച്ച് കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ പറയാറില്ലേ, പണ്ട് കുട്ടികളൊക്കെ കളവ് പറയാണ്ടിരിക്കാൻ, കളവ് പറഞ്ഞാൽ കണ്ണു പൊട്ടും എന്നൊക്കെ പറയും. എന്നാലും ഇവർ പറയാണ്ടിരിക്കുള്ളൂ. അല്ലാതെ ഇപ്പം എന്താ വെച്ചാൽ മറ്റുള്ളവർ ഉപദ്രവിച്ചാൽ ഇന്നത് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാണ്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ ചെയ്യും. തൽക്കാലം അത്രയ്ക്ക് വിവരമുള്ളൂ. അതുകൊണ്ട് അവരോട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭൂതം വരും. ആര് വരിക? ആരും വരില്ല. എന്നാലും ഇതൊന്ന് ഇറങ്ങി കിട്ടണ്ടേ ഉരുള. അപ്പോൾ ഇതാണ് ഉദ്ദേശം. അത് പറയെങ്കിലും ഉദ്ദേശം ഇതാണ്. ഇതേപോലെ നല്ലതും പറയും, ഇന്നത് ചെയ്തോളൂ അത് കിട്ടും എന്നൊക്കെ പറയും. ചിലത് പറഞ്ഞ് പേടിപ്പിക്കും. അതൊക്കെ അല്പബുദ്ധികളെ ഒന്ന് അടക്കാനാണ്. അതല്ലാണ്ട് എന്തല്ല, വസ്തു കിട്ടാനല്ല. ഇനിയിപ്പോൾ കിട്ടില്ല വിചാരിക്കേണ്ട, കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷെ അത് പ്രധാനമല്ല. ഫലം പ്രധാനമല്ല. അപ്പോൾ ഇതുപോലെ ചോദിച്ചാൽ ഫലം തന്നെ വ്യത്യാസമില്ലേ, എല്ലാവർക്കും ഇപ്പോൾ ഒന്നല്ലല്ലോ. ഇപ്പോൾ ഒരു കുട്ടിക്ക് കഷായം കൊടുക്കുകയാണ് അമ്മ. കുട്ടിക്ക് ശ്വാസം മുട്ടലാണ്, അത് മാറാൻ വേണ്ടി വൈദ്യുതി കഷായം കൊടുത്തു. ഈ കുട്ടി വെച്ചാൽ കുടിക്കൂല, എന്ത് ചെയ്യും? അപ്പോൾ അമ്മ ഫലശ്രുതി പറഞ്ഞു, എന്ത്? ഈ കഷായം കുടിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ശർക്കര തരാം. ശർക്കര കയ്യിൽ വയ്ക്കും, ഒരു ഗ്ലാസ് കഷായം ഈ കയ്യിലും വയ്ക്കും. കഷായം കുടിച്ചാൽ ശർക്കര തരാം. ആദ്യം തരും, ആദ്യം തരില്ല. ഈ കഷായം കുടിച്ചാൽ ഞാൻ തരാം എന്ന് പറഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? ആ കയ്പുള്ള കഷായം കുടിക്കും. എന്തിനു വേണ്ടി? ശർക്കര കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം കുട്ടിയോട് ചോദിച്ചു നോക്ക്, എന്തിനാ കഷായം കുടിക്കണമെന്ന്. അപ്പോൾ കുട്ടി പറയും, എന്താ ഫലം? ശ്വാസം മുട്ടൽ മാറുന്നോ? കുട്ടിക്ക് അത് ചിന്തയേ ഇല്ല. കുട്ടി പറയാം ശർക്കര കിട്ടാൻ എന്നേ പറയുള്ളൂ. ഇനി അമ്മയോടൊന്ന് ചോദിക്കൂ, എന്തിനാ അപ്പോൾ ആ കുട്ടിക്ക് കഷായം കൊടുത്തത്?
ശർക്കര കൊടുക്കാനോ? ശർക്കര കൊടുക്കാണ്ടിരിക്കുക, അതൊന്നല്ല വിഷയം. ഞാൻ ആ കഷായം കൊടുത്തത് ശ്വാസം മുട്ടൽ മാറാൻ. എന്തിനാ ഭാഗവതം കേൾപ്പിക്കണത്? ഭഗവാനോട് ചോദിച്ചു നോക്കൂ. സംസാര രോഗം മാറാൻ. ഫ്ലാറ്റ് കിട്ടാനല്ല, അത് കിട്ടാണ്ടിരിക്കുക ചെയ്യും, കല്യാണം നടക്കാണ്ടിരിക്കുക ചെയ്യും, കുട്ടി ഉണ്ടാവാണ്ടിരിക്കുക ചെയ്യും. അതൊന്നുമല്ല വിഷയം. അവരുള്ളിലുള്ള അജ്ഞാനം ഉണ്ടല്ലോ, ആ ദുഃഖം ഇങ്ങോട്ട് നീങ്ങും. അതിന് വേണ്ടിയിട്ടെന്ന് ആര് പറയുള്ളൂ? ഭഗവാൻ പറയുള്ളൂ. നമ്മളത് പറയില്ല. നമ്മൾ പറയാം ഇന്നത് കിട്ടും മറ്റത് കിട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കും. ഈ വിഷയങ്ങളിലൊക്കെ പറയണത് എന്താ? ഈ വക ലോക വിഷയങ്ങൾ കിട്ടിയാൽ ക്ലേശമുണ്ടാവുമെന്നാണ് ഒന്നാം ദിവസം മുതൽ എല്ലാ കഥയിലും പറയുക. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആരിപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു? ആദ്യത്തെ ദിവസം മുതൽ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ക്ലേശത്തെ പറ്റിയും വിവേകികൾ ഇതിലുള്ള മമത ഒഴിവാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ദിവസം കഥ മുതൽ, പരീക്ഷത്തിൻ്റെ കഥ മുതൽ അതാണ്. വലിയ കേമനായിട്ട് എന്താ കാര്യം? 7-ാം ദിവസം ദക്ഷകം കടിക്കില്ലേ? സ്വത്തുണ്ടായിട്ടെന്താ? വലിയ കൊട്ടാരണ്ടായിട്ടെന്താ? നല്ല ആരോഗ്യം ഉണ്ടായിട്ടെന്താ? പാമ്പ് കടിച്ചാൽ കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ കഥ. അപ്പോൾ അത് ഓർമ്മിപ്പിക്കുകയാണ്. മഹാത്മ്യത്തിൽ ആത്മദേവൻ്റെ കഥ മുതൽ മക്കളില്ലാണ്ട് വിഷമിക്കുന്ന ആത്മദേവൻ അവസാനം ഒന്നും ഉണ്ടായപ്പോഴോ ദുന്ധുകാരി വേണ്ടില്ലായിരുന്നു നായി. ഇതൊക്കെയാണ് കഥ. അങ്ങനെ കഥ അങ്ങനെ കേൾക്കുമ്പം ഓരോന്നോരോന്ന് കേൾക്കുമ്പോൾ ഇതൊന്നല്ല പ്രധാനം. ഇവിടെ ജനിച്ചാൽ ഈശ്വരനെ കിട്ടിയോ? അത്രയുള്ള ചോദ്യം. ദുഃഖിക്കാണ്ടിരിക്കണുണ്ടോ? മതി, അതാണ് ലാഭം എന്ന് മനസ്സിലാവും. പണ്ട് ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ആരും ശ്രദ്ധിക്കുന്നില്ല. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയുണ്ട്. ഗൗരവമുള്ള വിഷയമാണ് എല്ലാവരും ശ്രദ്ധിക്കൂട്ടോ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കൂ? ഏകാദശസ്കന്ധം ഗൗരവമുള്ള വിഷയം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞാൽ എന്ത് ഗൗരവം? എല്ലാവർക്കും ഗൗരവം തോന്നണ്ടേ? ഇപ്പോൾ അവർക്ക് തോന്നണില്ല. ടീച്ചർക്ക് വലിയ വിഷമം. ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം പറയാൻ പുറപ്പെടുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത് ഉടനെ കുട്ടികൾ ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നു, താഴ്ന്നു വന്നു. ടീച്ചർ പറഞ്ഞു, ഇനി ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് തരാം. അപ്പോഴേക്കും കുട്ടികളൊക്കെ പിന്നെ മിണ്ടണില്ല, ഒരാൾ മിണ്ടണില്ല. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുകയാണ്. ടീച്ചർ ബോർഡുമ്പോൾ എഴുതി ചോക്ലേറ്റിൻ്റെ ദൂഷ്യവശങ്ങൾ അണ്ടർലൈൻ. അതാ വിഷയം. പിന്നെ അങ്ങനെ നമ്പർ ഇട്ട് ഓരോന്നോരോന്ന് എഴുതാൻ തുടങ്ങി. ചോക്ലേറ്റ് കഴിച്ചാലുള്ള കുഴപ്പത്തെ പറ്റി, ചോക്ലേറ്റ് കഴിച്ചാൽ പല്ല് കേടാവും, വയറ് കേടാവും, ചോക്ലേറ്റ് കഴിച്ചിട്ട് വയ്യായ വന്നവരുടെ കഥ, രോഗം വന്ന് മരിച്ചവരുടെ വീഡിയോ, ഇതൊക്കെ കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ടീച്ചർ ചോക്ലേറ്റ് വാങ്ങി കൊണ്ടുവരും ചെയ്തു. എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു, കുട്ടികളെ വന്നോളൂ, ചോക്ലേറ്റ് ഇതാ എന്ന് പറഞ്ഞ ടീച്ചർ കൊടുത്താൽ കുട്ടികൾ വാങ്ങുമോ? ഇതാണ് ചോദ്യം. വാങ്ങാണ്ടിരിക്കൊന്നുമില്ല, ചിലരൊക്കെ വാങ്ങും. ആ വാങ്ങുന്നവർ കേൾക്കാത്തവരാ, അത്രയേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. ആ വാങ്ങുന്നവർ കേൾക്കാത്തവരാ. അവർക്ക് ഇപ്പോഴും ഇതിൻ്റെ പ്രശ്നം മനസ്സിലായില്ല. ഇപ്പോൾ ടീച്ചർ കൊടുക്കാണ്ടിരുന്നോ? സ്വർഗം കിട്ടാണ്ടിരിക്കോ? ഇല്ല. ഭൂമിലാഭം ഇല്ലാണ്ടിരിക്കോ? ഇല്ല. അതൊക്കെ ഉണ്ടാവും. വരാഹതരം കേട്ട ഭൂമിലാഭം ഉണ്ടാവും, സ്വയംവരം കേട്ട കല്യാണം കഴിയും. പിന്നെയുള്ള കഥ നമ്മൾ കേൾക്കണില്ലല്ലോ. നമ്മളത് കഴിഞ്ഞിട്ട് പോയല്ലോ വഴിക്ക്. പിന്നെ ഒരു ഡിവേഴ്സായോ മക്കളായോ ഇല്ല, നമുക്കിപ്പോൾ അറിയണ്ടല്ലോ, നമ്മളെ വഴിക്ക് പോവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നല്ല വിഷയം. അതൊക്കെ എന്തോ ആവട്ടെ, അതൊക്കെ പ്രാരബ്ധം അനുഭവിക്കാൻ വേണം. അതെന്താ വരുന്നുള്ളൂ നമ്മുടെ കയ്യിലല്ല. ആ വരുന്നത് വരട്ടെ പോട്ടെ. പക്ഷെ ഇത് നമ്മുടെ കയ്യിലാണ്. ഇതാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ വിധിച്ചത് ചിത്തസ്യ ശുദ്ധയേ കർമ്മ, ചിത്തശുദ്ധിക്കാണ്. ഒറ്റ ഉദ്ദേശമുള്ളൂ, ചിത്തശുദ്ധിക്ക്. വേറൊരു ഉദ്ദേശവും ഇല്ല. പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറയില്ല, എന്തെങ്കിലുമൊക്കെ പറയും. അതെന്താ വെച്ചാൽ അല്പബുദ്ധികളോട് പറയുകയാണ്, അതങ്ങനെ കണക്കാക്കണം. ഇതൊന്നും അന്ന് ആ കുട്ടിക്കാലത്ത് എനിക്ക് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുമായിരുന്നോ? ഇല്ല. ഇപ്പം കുറേശ്ശൊക്കെ മനസ്സിലാവണില്ലേ? അതുകൊണ്ടാണ് അന്ന് ആ ഋഷിമാർ അങ്ങ് ചോദിച്ചപ്പോൾ ഉത്തരം പറയാണ്ടിരുന്നത് എന്നങ്ങനെ. നൈഷ്കർമ്മ്യം ആണ് വേണ്ടത്, അതാണ് കർമ്മയോഗം. ആസക്തി ഇല്ലാണ്ട് കർമ്മം ചെയ്യുക. ഏത് കർമ്മം എന്നുള്ളത് വിഷയമല്ല, കർമ്മം ഒരു വിഷയമേ അല്ല, പിന്നിലുള്ള ഭാവനയാണ് വിഷയം. കർമ്മം ജയിക്കുക തോൽക്കുക അതൊന്നും വേറെ വിഷയം, അതൊന്നും വിഷയമില്ല. പക്ഷെ പിന്നിലുള്ള ഭാവന ശുദ്ധാവണം. കർമ്മത്തിൽ വിജയിച്ചിട്ട് കാര്യമില്ല, പിന്നിലുള്ള ഭാവന മോശമാണെങ്കിലോ? ജനങ്ങളൊക്കെ പുകഴ്ത്തുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നിലുള്ള ഭാവന മോശമാണെങ്കിൽ എന്തിനു കൊള്ളും? ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് വിഷയം പിന്നിലുള്ള ഭാവനയാണ്, ചെയ്യണ കർമ്മമല്ലേ അല്ല. അതൊക്കെ കാണിക്കാനാണ് ധർമ്മവ്യാധൻ്റെ കഥയൊക്കെ മഹാഭാരതത്തിൽ വർണ്ണിച്ചത്. പറയുമ്പം ചെയ്യണ കർമ്മം ഇറച്ചിവെട്ട. ഇറച്ചിവെട്ട് മോശമാണോ ചോദിച്ചാൽ അങ്ങനെ പറയാൻ വയ്യ. അതൊക്കെ ഇപ്പം ഓരോരുത്തർ നമ്മൾ ഭാഗവതം വായിക്കുന്നത് പോലെ തന്നെയാണ്. എന്താ പറയുക, നമ്മുടെ അച്ഛൻ ഭാഗവതം വായിച്ചത് കേട്ടു നമ്മളത് ചെയ്യുന്നു. അയാളുടെ അച്ഛൻ അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓരോരുത്തർ അവനവൻ്റെ ആ ഒരു സംസ്കാരമല്ലേ, അത് ആ രീതിയിലല്ലേ ചെയ്യുക. പക്ഷെ രണ്ടും ഈശ്വരാർപ്പണമായിട്ടാണ്. ഞാൻ ഈ ഭാഗവതം വായിക്കുന്നത് ഭൗതിക നേട്ടത്തിനാണെങ്കിൽ ഇതെന്തായി? ഇത് ഇറച്ചിവെട്ടിനേക്കാൾ മോശമായി, അത്രയേ ഉള്ളൂ. അദ്ദേഹം ആ മാംസം മുറിക്കുന്നത് ഈശ്വരാരാധനയാണെങ്കിലോ കേമായി. ഇതാണ് ഭഗവാന്റെ അഭിപ്രായം. ഇപ്പം ചെയ്യണ കർമ്മമല്ല വിഷയം, പിന്നിലുള്ള ഭാവനയാണ് മുഖ്യം. കത്തി കൊണ്ട് ഒരാളെ കുത്തി ഇത് മോശമാണോ നല്ലതാണോ ചോദിച്ചെങ്കിൽ ഉത്തരം പറയാം.
മോശമാണ്. മോശമാണ് പറഞ്ഞു. അന്വേഷിച്ച് പോയപ്പോൾ ഡോക്ടറാണ് കുത്തിയത്. കത്രിക ഉള്ളിൽ വെച്ച് പൂട്ടിയില്ല. കഴിച്ച ബുദ്ധിമുട്ടാവും. ഇല്ല, ഒക്കെ എടുത്തിട്ടുണ്ട്, വൃത്തിയിലാണ്. ഡോക്ടർ രോഗി എഴുതി കൊടുത്തു, നേരെ കിട്ടിയാൽ മതി, അങ്ങനെ എവിടെ വേണമെങ്കിൽ മുറിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അയാൾ നേരെയാക്കാനാണ് ചെയ്തതെങ്കിൽ അത് മോശമായിട്ട് പറയില്ല. നേരെ മറിച്ച് ദ്രോഹിക്കാനാണെങ്കിൽ അത് മോശമാണ്. ഒരേ കർമ്മമാണ്. കത്തി കൊണ്ട് നമുക്ക് കഷ്ണം നുറുക്കാം, തലയും വെട്ടാം. കുട്ടിയെടുത്ത് കൊടുത്താൽ ഇപ്പം കൈ മുറിഞ്ഞത് വരും. നല്ല ദേഹണ്ണക്കാരൻ്റെ കയ്യിൽ കൊടുത്താൽ നല്ല ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി തരും ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു വസ്തു മോശം എന്ന് പറയാൻ പറ്റില്ല, ഒരു കർമ്മം നല്ലതോ മോശം എന്ന് പറയാൻ വയ്യ. പിന്നിലുള്ള ഭാവന ശുദ്ധമാവണം, അത്രയേ ഉള്ളൂ. കടലാസിന് വില കിട്ടും. ഇന്ത്യൻ ഗവൺമെൻറ് എന്നുള്ള സീലടിച്ചാൽ അതൊരു കടലാസായിരുന്നു. പക്ഷേ ഇതങ്ങോട്ട് വന്നാൽ ഈശ്വരാർപ്പണം എന്നങ്ങോട്ടായാൽ കർമ്മത്തിൻ്റെ ഭാവം അങ്ങോട്ട് മാറി. അതുവരെയും ഒരു കഥയില്ലാത്ത സാധനമായിരുന്നു, പക്ഷേ അതിന് വില വരികയാണ്. അതുപോലെ വില ഉണ്ടാവണം. ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, കർമ്മയോഗമാക്കി മാറ്റുക. അപ്പോൾ ആ കർമ്മം ഉദാത്തമായിട്ട് മാറും, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തതായി മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതാണ് കർമ്മയോഗത്തെ പറ്റി അവിടെ വർണ്ണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവതാരലീല, അവതാരങ്ങളെപ്പറ്റി. യാനി യാനീഹ കർമാണി യൈഹി സ്വച്ഛന്ദ ജന്മഭിഹി ചക്രേ കരോതി കർത്താവ ഹരിസ്ഥാനി ബ്രുവന്തുനഃ. ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തു എന്നൊക്കെ കേട്ടു. എന്തിനാ ഇപ്പോൾ ഈ അവതാരങ്ങളൊക്കെ? ഒക്കെ ഭഗവാന്റെ അവതാരങ്ങളാട്ടോ. ഭഗവാൻ തന്നെയാണ്. നമ്മളൊക്കെ ആരാ? ഞാനും നിങ്ങളൊക്കെ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. ഇവിടെ ഇപ്പം സസ്യം ഒക്കെ, ജലം, വായു, ഇതൊക്കെ ഭഗവാന്റെ അവതാരമാണ്. ഭഗവാന്റെ അവതാരം അല്ലാത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവതാരങ്ങളിൽ കേമം ഏത് ചോദിച്ചാൽ ഇപ്പം ഒരു അവതാരം പറയാം, അത്രയേ ഉള്ളൂ. ഓരോ സമയത്ത് ഓരോന്നായിരിക്കും കേമം. നമ്മളുടെ അവസ്ഥ പോലെ ഇരിക്കും. ഇപ്പം ഏകാദശ സ്കന്ധമാണല്ലോ ചർച്ച. അതുകൊണ്ട് ഇവിടെ നമുക്ക് മുക്തിക്ക് സഹായമായി വിചാരം ചെയ്യാൻ പറ്റിയൊരു അവതാരം അത് നരനാരായണ അവതാര മാതൃകയാക്കണം. കാരണം കാമത്തെയും ക്രോധത്തെയും ജയിക്കുക പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. വലിയ വലിയ കേമന്മാർ പോലും, പരാശരൻ കാമത്തെ അടിമപ്പെട്ടു പോയില്ലേ? വിശ്വാമിത്രൻ മേനകയെ കണ്ട് പാവം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വലിയ കേമന്മാരാ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊക്കെ ചിലപ്പം ക്രോധത്തിന് അടിമപ്പെട്ടു. ദുർവാസാവ് മഹർഷി ആൾ കുറേ തപസ്സൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ക്രോധത്തിന് അടിമപ്പെട്ടു പോയില്ലേ എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാനും അടിമപ്പെടുന്നല്ല, അതിനല്ല. അവരൊക്കെ അടിമപ്പെട്ടു. നമ്മളത്ര ജാഗ്രതയോടുകൂടി ഇരിക്കണം. അതുകൊണ്ട് കരുതണം, ശ്രദ്ധിക്കണം. ഇത് ഏത് വഴിക്ക് വരുന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ചോദ്യം, എല്ലാവരും അടിമപ്പെട്ടില്ലേ? ഇല്ല, അടിമപ്പെടാത്തവരുണ്ടല്ലോ. അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ കാണാം. മാർക്കണ്ഡേയ മഹർഷി മായയെ ജയിച്ചില്ലേ? നരനാരായണ മഹർഷി മായയെ ജയിച്ചിട്ടുണ്ടല്ലോ. നരനാരായണ മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഇന്ദ്രൻ പറഞ്ഞയച്ചു അപ്സര സ്ത്രീകളെ. അപ്സര സ്ത്രീകൾ സുന്ദരികൾ വന്ന് കേമായിട്ട് നൃത്തം വെച്ചു. ഇവരുടെ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു അപ്സര സ്ത്രീകളെ. ഇവരുടെ സൗന്ദര്യം കണ്ട് നരനാരായണ മഹർഷി മയങ്ങിപ്പോകുമെന്ന് വിചാരിച്ചെങ്കിൽ തപസ്സിനൊരു ഇളക്കം പോലും ഉണ്ടായില്ല. കുറച്ചു നേരം കഴിഞ്ഞു, തപസ്സിനൊരു ഇളക്കവും ഇല്ലാത്തത് കണ്ട സമയത്ത് ഈ അപ്സര സ്ത്രീകൾ തോന്നി കാമമില്ല, ഇനിയിപ്പോൾ ക്രോധം ഉണ്ടായാലോ. ചിലർക്ക് കാമം ഉണ്ടാവില്ലെങ്കിൽ എന്തുണ്ടാവും? ഞങ്ങളെ പറ്റിക്കാനായിട്ട് പുറപ്പെട്ട് വന്നാലേ ശപിച്ചാൽ ബുദ്ധിമുട്ടായില്ലേ? അപ്പോൾ അവരാകെ പേടിച്ചു. അവർ ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് മെല്ലെ പാദസരമൊക്കെ കാലിലേക്ക് കയറ്റി വെച്ച് മെല്ലെ മിണ്ടാണ്ട് പോകാൻ നോക്കുകയാണ്. കാരണം ഉണർന്നാൽ ശപിക്കും. അവരങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആരും ഉണർന്നു. തപസ്സിൽ നിന്ന് നരനാരായണ മഹർഷി ഉണർന്നു. എന്നിട്ട് കൈ കൊട്ടി പുഞ്ചിരിച്ചുകൊണ്ട് വിളിച്ചു, അല്ലയോ അപ്സര സ്ത്രീകൾ, എങ്ങോട്ട് വരൂ, പേടിച്ച് പോകണ്ട, പേടിക്കണ്ട. കാരണം ഞാൻ നിങ്ങളെ ശപിക്കാൻ വേണ്ടി ഒരുങ്ങിയതല്ല. എന്തായാലും ഇപ്പോൾ ഇത്ര നേരം 2-2.5 മണിക്കൂർ നേരമാണ് ഈ കൈകൊട്ടിക്കളി. ഇനിയിപ്പം ക്ഷീണാവണ്ട. മുകളിൽ പോയ ടെറസിൻ്റെ മുകളിൽ ടീ പാർട്ടി, ചായയും വടിയൊക്കെ തയ്യാറാണ്, കഴിച്ചിട്ട് പോയിക്കോളൂ. നോക്കൂ, ദേഷ്യമില്ല എന്ന് മാത്രമല്ല, കാമമില്ല എന്ന് മാത്രമല്ല, അവരോട് ഒട്ടും ദേഷ്യവും ഇല്ല. എന്തുണ്ടാനും അവരോട് പ്രിയം, സ്നേഹം ഉണ്ട്. സംഘമില്ല കേട്ടോ, എന്തില്ല, ഒട്ടലില്ല. അവരെന്തായാലും ഇത്ര ക്ഷീണിച്ചാൽ കൃപ, കാരുണ്യം, അപ്പോൾ എന്തെങ്കിലും വെള്ളം കുടിച്ച് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടോ ആ വിളമ്പാൻ ആളില്ലല്ലോ, ചായം വടി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഉടനെ തൻ്റെ കാലിലങ്ങോട്ട് അടിച്ചു. അത്ര തുടയിൽ അടിച്ചു എന്നല്ല, തുടയിലുള്ള ചളി ഉരുട്ടിയെടുത്തതാണ്. എന്താണ് അത് പുറത്തേക്ക് അങ്ങോട്ട് ഇട്ട സമയത്ത് അതിന്ന് കുറച്ച് സുന്ദരികൾ അങ്ങോട്ട് ഉണ്ടായി, കുറച്ച് സ്ത്രീകൾ. അവർ പോയിട്ടാണ് വിളമ്പി കൊടുത്തത് ഭക്ഷണമൊക്കെ. അവരെ കണ്ട സമയത്ത് ഈ അപ്സര സ്ത്രീകൾക്ക് അങ്ങോട്ട് ലജ്ജ. കാരണം അവരുടെ സൗന്ദര്യം കാണുമ്പോൾ നമ്മളൊക്കെ സൂര്യൻ അങ്ങനെ തിളങ്ങുമ്പം തീപ്പെട്ടി ഉരച്ചിട്ട് കാര്യമുണ്ടോ? ഇതുപോലെയായി പോയി. ആ സ്ത്രീകളെ കണ്ട സമയത്താണ് ഈ അപ്സര സ്ത്രീകൾക്ക് ലജ്ജ തോന്നുകയാണ്. കഷ്ടം, ഇവരുടെ സൗന്ദര്യം എത്രയാണ്. ഈ ഒരു മഹർഷിയാണല്ലോ നമ്മൾ, അയാളുടെ ചളിയിൽ നിന്നുണ്ടായതാണ് ഇവർ. അവരെയാണ്, അദ്ദേഹത്തെയാണ് നമ്മൾ ഈ പരീക്ഷിക്കാൻ പോയത്. കഷ്ടമായി പോയി തോന്നി. ഏതായാലും തിരിച്ചു പോണ സമയത്ത് നരനാരായണ മഹർഷി തൻ്റെ തുടയിലടിച്ച സമയത്തുണ്ടായ ആ സ്ത്രീകളിൽ നിന്ന് ഒരു സ്ത്രീയെ ആർക്ക് കൊടുത്തു? അപ്സര സ്ത്രീകൾക്ക് കൊടുത്തു. ഒരു ഭംഗിയില്ലാത്ത കുട്ടി, കുറേ ഉണ്ടായില്ല, ഒരു ഭംഗിയില്ലാത്തൊരു കുട്ടി കൊണ്ടുപോയിക്കോളൂ പറഞ്ഞു. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭംഗിയുള്ള കുട്ടി, അതാണ് ഉർവശി.
ഇന്ദ്രന് സമ്മാനമായിട്ട് കൊടുത്തത്. ഇന്ദ്രൻ അങ്ങോട്ട് ലജ്ജിച്ചു. ആ മഹർഷിയാണല്ലോ താൻ കാമത്തിൽ പെടുത്താം എന്ന് വിചാരിച്ചത് താൻ. ഉർവശി എന്ന് പറഞ്ഞ അർത്ഥം ഊരുവിൽ നിന്നുണ്ടായതുകൊണ്ടാണ്. ഊരു പറഞ്ഞ തൊടയിൽ നിന്നുണ്ടായതുകൊണ്ടാണ് ഇവൾക്ക് ആ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞ അർത്ഥം. അങ്ങനെ ആവാൻ ശ്രമിക്കൂ, അതാണ് മാതൃക. അല്ലാതെ കാമത്തിലും ക്രോധത്തിലും പെട്ടവരെ മാതൃകയാക്കല്ല വേണ്ടത്. ചില അങ്ങനെയാണ് പറയുക. വലിയ വലിയ അറിവുള്ളവരും അങ്ങനെ ഇടയ്ക്കൊക്കെ പെടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെയല്ല, അത് പാടില്ല. ഇങ്ങനെയുള്ളവരുണ്ടല്ലോ മാതൃക, അതിലൊന്നും പെടാത്ത എത്രയോ മഹാത്മാക്കളില്ലേ, അവരെ കണ്ടുപിടിക്കൂ. ഞാനും അങ്ങനെ ആവാൻ ശ്രമിക്കും എന്ന് തീരുമാനിക്കുക വേണ്ടത്. അല്ലെങ്കിൽ ഈ കാമത്തിലും ക്രോധത്തിലും പെട്ട് വലിയ കൊല കൊമ്പന്മാർ പോലും വീണു പോകുന്നത് കാണില്ലേ. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയലും മറ്റവതാരങ്ങളെപ്പറ്റിയും സൂചിപ്പിച്ചു. അപ്പോഴാണ് അടുത്ത ചോദ്യം. ഭക്തി ഇല്ലാത്തവരുടെ കഥ എന്താ? ഹരിഭജനം ചെയ്യാത്തവരുടെ കഥ. ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്തി ആത്മവിത്തമാഹ തേഷാമശാന്തകാമാനം കാനിഷ്ഠാഭിജിതാത്മനാം. പ്രത്യേകിച്ച് ഒരാചാരവും ഇല്ലാണ്ട് ഒരു സമ്പ്രദായവും ഇല്ലാണ്ട് അങ്ങനെ രാവിലെ എണീക്കുക, ചിലപ്പോൾ എണീറ്റൊന്നും ചിലപ്പോൾ എണീറ്റില്ല എന്ന് വരും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ. വലുത് തേച്ചൊന്നും വരും, ചിലപ്പോൾ തേച്ചില്ല വരും. അങ്ങനെ ഇരിക്കുക. അങ്ങനെ ജന്തുക്കൾ പിന്നെയും ഭേദം തോന്നും. മൃഗവും പക്ഷിയൊക്കെ പിന്നെ എന്തുണ്ട്, അതിനൊരു അന്തസ്സുണ്ട്. അത് രാവിലെ അലാറം വയ്ക്കാണ്ട് തന്നെ എണീക്കുന്നുണ്ട്, അവരവരെ കാര്യങ്ങൾ ചെയ്ത് സന്ധ്യയായി തിരിച്ച് പോകുന്നുണ്ട്. അത്യാവശ്യം മക്കളെയൊക്കെ രുചയാർന്നു മകം കനിഞ്ഞു തൻ പ്രജയെ പോറ്റും ഉറുമ്പ് പോലുമേ. ഒരു ഉറുമ്പടക്കം അന്തസ്സായിട്ട് കുടുംബം കൂട്ടലൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് വരിക്ക് പോകണ ഡിസിപ്ലിൻ നോക്കും. നമ്മളോട് വരി നിൽക്കാൻ പറഞ്ഞാൽ എത്രയോ സപ്താഹം കേട്ടവർക്ക് തന്നെ നമ്മൾ കാണാറുണ്ട് വരിക്കലും വരില്ല. ഇത് നോക്കൂ, ഉറുമ്പൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടാൽ ലീഡർ ഉണ്ടാവും, നടുക്ക് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്ത് അവരങ്ങനെ പോകണില്ല. എന്തൊരു ഇങ്ങനെ പഠിക്കുന്നു, അത്ഭുതമല്ലേ. ആ ഒരു സമ്പ്രദായം ഇല്ലാണ്ട് മനുഷ്യർ കണ്ടില്ലേ പല രീതിയിൽ നടക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കാത്തവരുടെ കഥ എന്താ, ഒരു യോഗവും അനുഷ്ഠിക്കാത്തവരുടെ കഥ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു. മേൽപ്പത്തൂർ പറയും, അങ്ങനെയൊന്നും എന്നെ ആക്കാണ്ടിരിക്കുക ഗുരുവായൂരപ്പ, എനിക്കതേ പറയാനുള്ളൂ. അവരുടെ കഥ പറഞ്ഞാൽ അതും വിഷമമാണ്. അതുകൊണ്ട് അതൊന്നും പറയണില്ല, അങ്ങനെയൊക്കെ ആക്കാണ്ടിരിക്കുക ആണ്. താദൃശം മാകൃധാമ, അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുതേ. ഭഗവാനെ നിഷേധിക്കുക, ലോകവിഷയങ്ങൾ എടുത്തു പറയുക, പണത്തിനും പദവിയുടെയും പിന്നാലെ ഓടി നടക്കുക, ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ ആക്കരുതേ. ദൂരെ ഹരികഥാ കേജിത്ത് ദൂരെ ചാച്യുത കീർത്തനാഹ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, അവർക്ക് ഭഗവാനെ ഭജിക്കാൻ സാധിക്കാണ്ട് പോവും. അതുകൊണ്ട് സ്ത്രീ ശൂദ്രാദയശ്ചൈവ തേനുകമ്പ്യ ഭവാദൃശാം. ഇത് അക്കാലത്തൊരു വ്യവസ്ഥയായിരുന്നു. സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും വേദം പഠിക്കരുത് എന്നൊരു അക്കാലത്തൊരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു പറയരുത്. കാരണം വേദകാലത്ത് എന്തുണ്ടായിരുന്നു, മൈത്രേയി ഗാർഗി മുതലായിട്ടുള്ളവരുടെ കഥയൊക്കെ ഉപനിഷത്തിൽ കാണാം. സ്ത്രീകളാണ്, അവരൊക്കെ വേദം പഠിച്ചിരുന്നു. എട്ടക്കാലത്ത് അങ്ങനെ വേണ്ട, സ്ത്രീകൾ പ്രസവിച്ചാൽ മാത്രം മതി, അടുക്കളപ്പണി മതി എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി, ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അത്യാവശ്യമൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് കുറേ പ്രസവം ഉണ്ടാകുമ്പോൾ എന്തായാലും വേദം പഠിക്കാൻ പറ്റില്ല. ഒന്ന് കഴിഞ്ഞപ്പോഴേക്ക് അടുത്തതായി, ഇതിനിടയ്ക്ക് പഠിക്കാൻ നേരം ഉണ്ടാവും, അപ്പോഴേക്ക് അടുത്തതായി. അപ്പോൾ നേരണ്ട. അതുകൊണ്ടാണെന്ന് പറഞ്ഞത് തൽക്കാലം പുരാണമൊക്കെ വായിച്ചാൽ മതി, ഇനിയിപ്പോൾ വേദം ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. കാരണം നേരമില്ല, കുട്ടികളെ നോക്കണ്ടേ. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ 1-2 ഒക്കെ ഉള്ളൂ. ആ സ്ഥിതിക്ക് എന്ത് ചെയ്യാം, സമയമുണ്ടല്ലോ പഠിക്കാം. അങ്ങനെ അതിനുള്ള സമയമുണ്ട്, ശ്രദ്ധ ഉണ്ട്. പണ്ട് കാലത്ത് അതില്ലാത്തത് കൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞത്. ഇവിടെ ലോകവിഷയങ്ങളിൽ പെട്ടാൽ ഒരിക്കലും ഭഗവാനെ കിട്ടില്ല. ദുഃഖിച്ച് അങ്ങോട്ട് നരകിച്ച് കഴിയേണ്ടി വരും. വിഷയങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ കാര്യങ്ങളൊന്നും വിധിച്ചത്. പറയുന്നുണ്ട് പല വിധികളും കാണാൻ എന്നെ കർമ്മം ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ചില യാഗത്തിലൊക്കെ ചില മന്ത്രങ്ങളിലൊക്കെ കാണാം മദ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള യാഗമൊക്കെ ഉണ്ട്. സോമരസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. മാംസം ഉപയോഗിച്ചുകൊണ്ടുള്ളത് കാണാം. അതൊക്കെ ശരിക്കും എങ്ങനെയാണ് ചോദിച്ചാൽ ലോകേ വ്യവായാമിഷ മദ്യസേവ നിത്യാസ്തു ജന്തോഹോ നഹി തത്ര ചോദന. ചിലതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്ത് ചെയ്യും, മദ്യമാവാം എന്ന് പറഞ്ഞ് മദ്യം കുറേ സേവിക്കും, അങ്ങനെയുള്ള ഏർപ്പാടുണ്ട്. അല്ല, ശരിക്കും അങ്ങനെ പറഞ്ഞത് എന്തിനാ ചോദിച്ചാൽ മദ്യം വാസനിച്ചോളുന്നാണ്. യത് ഘ്രാണഭക്ഷ, ഘ്രാണിച്ചാലും ഭക്ഷിച്ച പോലെ തന്നെയാണ്. ഒന്ന് വാസനിച്ചാൽ മതി. കാരണം ചിലർക്ക് ഇത് കുടിച്ച് ശീലമുള്ളവരെ സംബന്ധിച്ച് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. നിർത്താനുള്ള നല്ലൊരു വഴി എന്താ, അത് ഭഗവാനെ നിവേദിക്കുക. എന്താണ്, ഭഗവാനെ നിവേദിച്ച് പ്രസാദ രൂപത്തിലാവുമ്പോൾ അധികം കഴിക്കുക. പ്രസാദം അങ്ങനെ കുറേ കഴിച്ചാൽ വയ്യ, പ്രസാദം പാകത്തിനെ കഴിക്കാവും. എന്നാൽ അത് കഴിക്കണമുണ്ട്, എന്നാൽ അതിനോട് എന്തില്ല, മെല്ലെ മെല്ലെ ആസക്തി കുറഞ്ഞ് വരും. അതുകൊണ്ട് ഘ്രാണഭക്ഷ, ലേശം വാസനിച്ചോളാനൊക്കെയുള്ള ചില വിധികളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അത് ഇങ്ങനെയുള്ള താല്പര്യമുള്ളവർ അതിൽ നിന്നൊന്ന് മുക്തരാവണം വെച്ചാൽ വേറെ വഴിയില്ല. അതിനുവേണ്ടി അങ്ങനെ പറയുകയാണ്. അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായമൊക്കെ ഉണ്ട്, ഇല്ല പറയണില്ല. പക്ഷെ അതൊക്കെ എന്തിനാണ്, അതിൽ മുഴുകാനല്ല. വിവാഹം വിധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, വിവാഹം കഴിച്ചോളൂ പറഞ്ഞാൽ കുറേ ഇങ്ങനെ കഴിക്കുക എന്നുള്ളതല്ല. അങ്ങനെയാണ് അനവധി കഴിക്കുക, അതല്ല. വിവാഹം വിധിച്ചത് ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങൾ പ്രബലമായതുകൊണ്ട്, അതിന് വിഷയങ്ങളുടെ പിന്നാലെ പോകാനുള്ളൊരു ത്വരമുള്ളത് കൊണ്ട്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് തൽക്കാലം ആ ഇന്ദ്രിയങ്ങളെ അടക്കണമെങ്കിൽ
വിവാഹം കഴിച്ചോളുക. അത് സമ്പ്രദായത്തിലായിക്കോട്ടെ. അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കുക. ധാർമ്മികമായിട്ട് ഭോഗം അനുഭവിക്കുമ്പോൾ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പം മനസ്സ് ശാന്തമാവും, മെല്ലെ 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 ഭഗവാനിലേക്ക് തിരിയും. അതാണ് പ്രജയാ നരത്തിയ. രതിക്ക് വേണ്ടിയിട്ടല്ല വിവാഹം, പ്രജകൾക്ക് വേണ്ടി, സത്സന്താനങ്ങൾ ഉണ്ടായി അവരെ നേരെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതൊക്കെ തെറ്റിദ്ധരിച്ച് വല വഴിക്കുമല്ലേ പോണത്. ആരിതൊക്കെ ശ്രദ്ധിക്കുന്നു? ഇതാണ് ആര് പറയണത്? ഇതാണ് അവിടെ ആ യോഗീശ്വരൻ ചമസൻ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ കരഭാജനോട് ചോദിച്ചു, ഓരോ കാലത്തിൽ ഭഗവാൻ ഓരോ സമ്പ്രദായത്തിലാണല്ലോ എന്ന് പറഞ്ഞു. അതെ, അതങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ ഒരു വർണ്ണനയാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അത് കഴിഞ്ഞാൽ കൃതം, ത്രേത, ദ്വാപരം, കലി. പിന്നെയും കൃതം. അപ്പം എന്താ? ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അല്ലാതെ കേട്ടപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കും. ഇതിലിപ്പം മാറാണ്ടിരിക്കുന്നില്ല. നമുക്കിപ്പോൾ ഇഷ്ടമല്ല അവരുടെ കാര്യമില്ല. എനിക്ക് കൃതയുഗമായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് അവരുടെ കാര്യം തിങ്കളാഴ്ച ആവുന്നതൊക്കെ ഇഷ്ടമല്ല, സ്കൂളിൽ പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നാളെ തിങ്കളാഴ്ച പോവും. അത് ഇഷ്ടമല്ലായിട്ട് കാര്യമില്ല. തിങ്കളാഴ്ച ഗോ ബാക്ക് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് വരും. ഇതുപോലെ കാലം മാറിക്കൊണ്ടിരിക്കും. അതിലൊന്നും നമുക്ക് കർത്തൃത്വമില്ല. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് വിഷമിക്കാണ്ടിരിക്കാൻ പറ്റും. അത് നോക്കിയാൽ പോരെ. ചിലർ കാലത്തെ പരാതി പറയുന്നവരുണ്ട്, കലികാലാണത്. അങ്ങനെയൊക്കെ ചില അമ്മമാരൊക്കെ പറയാനുണ്ട്. കലികാലല്ലേ തിരുമി, കലികാലമായതുകൊണ്ട് എന്താ? ഇപ്പോൾ കൃതയുഗത്തിൽ കേമായിരുന്നു, ത്രേതായുഗത്തിലൊക്കെ നല്ലവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറയരുത്. അത് പുരാണം പഠിക്കാത്തവരങ്ങനെ പറയുക. രാവണൻ ഏത് കാലത്താ? കലികാലത്തോ? കംസനൊക്കെ ഏത് കാലത്താ? പൂതന കലികാലത്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട. എല്ലാ കാലത്തും നല്ലവരുമുണ്ട്, ചീത്തവരുമുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടാവും. അതിപ്പം കലികാലാണോ ത്രേതായുഗമാണോ ദ്വാപരയുഗമാണോ നോക്കിയിട്ടല്ല. എല്ലാ കാലത്തും നേരെ ആവാനുള്ള വഴിയുണ്ടാവും, നന്നാവാനുള്ള വഴിയുണ്ടാവും. മഹാത്മാക്കളും ഉണ്ടാവും, ദുർജനങ്ങളും ഉണ്ടാവും. നമുക്ക് എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം, അത്രയേ ഉള്ളൂ. കാട്ടിൽ ചന്ദനം ഉണ്ടാവും, കഞ്ചാവും ഉണ്ടാവും. ഏത് വേണം നമുക്ക് തീരുമാനിക്കാം, രണ്ടും ഉണ്ടാവും. അതുപോലെ നല്ലത് മുൾച്ചെടി ഉണ്ടാവും, നല്ല ചെടി ഉണ്ടാവും. സിംഹവും പുലി ഉണ്ടാവും, മാനും മുയലും ഉണ്ടാവും. ആര് വേണം നമുക്ക് തീരുമാനിക്കാം കൂട്ടിന്. അപ്പം അതുകൊണ്ട് അങ്ങനെ പറയരുത്. പണ്ട് കുറച്ച് സൗകര്യം ഉണ്ടായിരുന്നു പറയാം, നേരെയാവാനുള്ള സാഹചര്യം കുറച്ച് അധികമുണ്ട്. കൃതയുഗത്തിൽ അങ്ങനെയായിരുന്നു. അപ്പം ഭഗവാന് ശുക്ലവർണ്ണം എന്നാണ്. ഭഗവാന് നല്ല ഒരു വെളുത്ത നിറം എന്ന് പറഞ്ഞാൽ സത്വഗുണത്തെ കാണിക്കുകയാണ്. വെളുപ്പ് സത്വഗുണത്തിൻ്റെ പ്രതീകമാണ്, ശുദ്ധമാണ്. ഹംസം അരയന്നം, വെളുത്തരയന്നാണ് സരസ്വതിക്ക്, ബ്രഹ്മാവിനൊക്കെ. അപ്പം അറിവിൻ്റെ പ്രതീകമാണത്. അങ്ങനെ ശുദ്ധമായ ഭഗവാന്റെ ആ ഒരു പട്ട്, വെള്ളപ്പട്ടുടുത്തുകൊണ്ടാണ് ഭഗവാൻ. ചതുർബാഹുവായിരുന്നു അന്ന് ഭഗവാന്റെ രൂപം. ഭഗവാനെ ആശ്രയിക്കുക തപസ് കൊണ്ടായിരുന്നു. അന്ന് തപസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. ഇന്ന് തപസ് പറ്റുമോ? ഇന്ന് എവിടെയും ബഹളാണ്. എവിടെ അമ്പലത്തിൽ പോയാലും ബഹളമില്ലാത്ത സ്ഥലമില്ല. അതുകൊണ്ട് പണ്ടത്തെ പോലെ സാധിച്ചോണമെന്നില്ല. അന്ന് ശാന്തമായിരുന്നു അന്തരീക്ഷമൊക്കെ. അപ്പം അതുകൊണ്ട് തപസ്സിലൂടെ ഭഗവാനെ നേടുക എന്നുള്ളതായിരുന്നു കൃതയുഗത്തിലെ സമ്പ്രദായം. ഇതെല്ലാ കാലത്തും ഉണ്ട് കേട്ടോ. ചില ദിക്കിലൊക്കെ കൃതയുഗം ഇപ്പോഴും ഉള്ളവരുണ്ട്. ചില വീട്ടിലൊക്കെ പോയാൽ കൃതയുഗം തോന്നും. അവിടുത്തെ ഒരു സമ്പ്രദായം വളരെ സാത്വികമായിട്ട് കഴിയുക. അതെ, അത്രയേ ഉള്ളൂ. കാലം എന്ന് പറഞ്ഞാൽ അതാർത്ഥം. കാരണം എല്ലാ കാലവും എല്ലാവരും ഒരുമിച്ച് അങ്ങനെ അനുഭവിക്കാനുള്ളതല്ല. അങ്ങനെ വെച്ചാൽ ഇപ്പോൾ ആരും സുഖിക്കാൻ പാടില്ല, ആരും സന്തോഷമായിട്ടിരിക്കാൻ പാടില്ല. അങ്ങനെയല്ല, ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നവരുണ്ട്. അപ്പം അതൊന്ന് മനസ്സിലാക്കാം. ഇതൊരു ഒരു കൽപ്പനയാണെന്ന് മനസ്സിലാക്കാം. ത്രേതായുഗം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് രക്തവർണ്ണം, ഭഗവാന് ഒരു ചുവപ്പ് നിറമാണ്, കുറച്ചൊരു രരസ് വന്നു എന്നർത്ഥം. ഭഗവാൻ ചതുർബാഹുവാണ്, സൃക്ക് സ്രുവം ഒക്കെയാണ് ഭഗവാന്റെ കയ്യിൽ. അപ്പം യാഗാദികളെ കൊണ്ട് ഭഗവാനെ പൂജിക്കുക, ആ രീതിയാണ്. യജ്ഞം, യാഗം അനുഷ്ഠിക്കുക, തപസ്സല്ല. ദ്വാപരയുഗമായപ്പോഴോ ഭഗവാന് ശ്യാമവർണ്ണായി എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറായി. പീതാംബരം ധരിച്ചും കൊണ്ടാണ്, ശംഖചക്ര ഗദാധാരിയായും കൊണ്ട് ഭഗവാനെ വേദമന്ത്രങ്ങളെ കൊണ്ട് ആരാധിക്കുന്ന രീതി. അത് കഴിഞ്ഞ് കലികാലായപ്പം ഭഗവാന് കറുപ്പ് നിറം. രാമൻ, കൃഷ്ണൻ, ഈ മട്ടിൽ ഭഗവാനെ ആരാധിക്കുക. എങ്ങനെ? അത് നാമജപം കൊണ്ട്, തീർത്ഥസ്നാനം കൊണ്ട്, ദേശാടനം ചെയ്ത്, അങ്ങനെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ചൊക്കെ നാമജപം കൊണ്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം. തുടക്കം അങ്ങനെയാണ്. എന്താണ് തുടക്കം? നാമജപം. ഒന്നിനും പറ്റാത്ത ഒരാളെ തൽക്കാലം അടങ്ങിയിരിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഉപനിഷത്തോ, തൽക്കാലം താനൊന്നിരുന്ന് നാമം ജപിക്കുക. ഒരു അരമണിക്കൂർ, 10 മിനിറ്റ് ദിവസം ഒരു 10 നാമം ജപിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതില്ല. തൽക്കാലം ഒന്ന് അടങ്ങി കിട്ടട്ടെ, ഒരു ഭാഗത്ത് ഇരുന്ന് ശീലിക്കട്ടെ. ആദ്യം പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണ്. ആദ്യത്തെ അഭ്യാസം അങ്ങനെയാണ്, അരമണിക്കൂർ ഇരുന്ന് പഠിക്കുക. സപ്താഹമൊക്കെ അങ്ങനെ വലിയൊരു സംഗതി അത്. കാരണം അത്ര നേരം ഇരിക്കാൻ പഠിക്കുകയാണ് ആദ്യം. ഉറങ്ങിയാലും സാരമില്ല, മൂഷിഞ്ഞാലും സാരമില്ല. ഇനി ആചാര്യനെ ശപിച്ചുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല, ഇരുന്ന് പഠിക്കട്ടെ ആദ്യം. അപ്പം നമ്മളങ്ങനെ ഇരിക്കാൻ പഠിച്ചില്ലേ, ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഒരു അടക്കം ശരീരത്തിന് വന്നു. മെല്ലെ 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 എന്ത് നിൽക്കും? കുറച്ച് കഴിയുമ്പോൾ മനസ്സ് ഈ പടച്ചെല്ലാം അങ്ങോട്ട് നിൽക്കും.
തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സാമ്പാറിൽ കഷ്ണം പൊന്തില്ല. രാമകൃഷ്ണദേവൻ പറയും, നല്ല ഉദാഹരണമാണ്. അത് ചൂടങ്ങനെ തിളയ്ക്കുമ്പോൾ അങ്ങനെ രജസ് ഇങ്ങനെ പൊന്തി ഓരോന്നോരോന്ന് കുറ്റം പറയും, വിമർശിക്കുമ്പോഴൊക്കെ ഉണ്ടാവും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ശാന്തമായി, ആ ഇളക്കം അങ്ങോട്ട് നിൽക്കും. കുറച്ച് കഴിയുമ്പം മനസ്സും അടങ്ങും. അതാണ് വഴി. ആദ്യം നാമജപം, പ്രഥമാ പ്രതിമാ പൂജ, ജപസ്തോത്രാദിമധ്യമാ. പ്രഥമാ പ്രതിമാ പൂജ, ആദ്യപടിയാണ് പ്രതിമാ പൂജ. നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഭഗവാനെ കണ്ട് രൂപം വെച്ച് ആരാധിക്കുക. തെറ്റൊന്നുമില്ല, ആദ്യം അത് കൂടിയേ പറ്റൂ. കാരണം എനിക്ക് രൂപമുണ്ട്, നാമുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു, എനിക്ക് ഭഗവാനെ ഒന്ന് പൂജിക്കണം വെച്ചാൽ നാമരൂപം ഇല്ലെങ്കിൽ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് കൂടിയേ തീരൂ. നമുക്കുമ്പം മാത്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താ പറയുക, ഉത്തരം എക്സ് എന്നിരിക്കട്ടെ. എന്താണ്, സ്കൂളിൽ പോയില്ലേ നമ്മൾ പണ്ട് കാലത്ത് അല്ലേ, ഉത്തരം എന്തിനപ്പോൾ എക്സ്, തൽക്കാലം ഒന്ന് കിട്ടണവരെ എക്സ് എന്നിരിക്കട്ടെ, തൽക്കാലം അത് ഗുരുവായൂരപ്പൻ എന്നിരിക്കട്ടെ, നിൽക്കട്ടെ, ബ്രഹ്മത്തിലേക്ക് എത്തും. ആ ഉത്തരം കിട്ടുന്നത് വരെ തൽക്കാലം ഇയാൾ ഇവിടെ ഇരുന്നോട്ടെ. കുറച്ച് കഴിഞ്ഞാൽ ഇയാളെടുത്ത് മാറ്റാം, കുഴപ്പമൊന്നുമില്ല. അവിടെ എത്തണം. സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇപ്പോൾ അവിടെ ഉണ്ടായാലും കുഴപ്പമില്ല, അത് ഇനിറ്റ് എടുത്തു പോയാലും കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ധാന്യം കിട്ടിയാൽ പിന്നെ ഉമി കൊണ്ടു നടക്കില്ല. എന്താണ്, ധാന്യം എടുത്താൽ പിന്നെ ഉമി വേണ്ട. അന്ന് സത്ത് എടുക്കേണ്ടത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, പിന്നെ ആവശ്യമില്ല. അതുകൊണ്ട് തുടക്കം പ്രതിമാ പൂജ, പിന്നെ ജപസ്തോത്രാദിമധ്യമ, ഉത്തമ മാനസീ പൂജ. പിന്നെ അമ്പലത്തിലൊന്നും പോകണ്ട പറഞ്ഞിട്ടില്ലേ, പൊയ്ക്കോട് വിരോധമില്ല, അങ്ങനെയല്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ വയ്യാണ്ടിയായ എന്ത് ചെയ്യും, 80 വയസ്സ് 90 വയസ്സായി, നടക്കാനും വയ്യ, രാവിലെ എണീക്കാനും വയ്യ, കുളിക്കാനും വയ്യ, എന്ത് ചെയ്യും, ദുഃഖമായിരിക്കും. എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ദുഃഖിക്കാനായിരുന്നു ഇത്രയും കാലം അമ്പലത്തിൽ പോയത്. അത് പാടില്ല. അതുകൊണ്ട് ഉത്തമ മാനസീ പൂജ, ശരീരത്തിന് വഹിക്കുന്ന കാലത്ത് പോയി ആ ഭഗവാനെ ഇവിടെ എത്തിക്കണം. ഈ ഭക്തന്മാരുടെ കഥയൊക്കെ കേട്ടാൽ അങ്ങനെ പറയാം. പൂന്താനം അങ്ങനെ പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഗുരുവായൂരപ്പൻ പൂന്താനത്തിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി അല്ലേ, അങ്ങോട്ട് വരണം എന്നർത്ഥം. വയ്യാണ്ടിയാവും കുറച്ച് കഴിയുമ്പോഴേ, വയ്യാണ്ടിയാവും പോകാൻ പറ്റാതെയാവും. അതുകൊണ്ട് ഇല്ലത്തേക്ക് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ കൂടെ കൂട്ടുകയാണ് അവസാന കാലത്ത്. എന്ന് പറഞ്ഞാൽ മാനസീ പൂജ പിന്നെ ഉള്ളിലാണ്, ഹൃദയത്തിൽ കാണുക. അതാകുമ്പോൾ ഒന്നുകൂടി എളുപ്പമുണ്ട്, വരിക്ക് നിൽക്കണ്ട. മറ്റേത് അവിടെ പോയി വരിക്ക് നിൽക്കേണ്ടി വലിയ പ്രയാസമാണ്. ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും കാണാം, പൂജിക്കാം. അതും ഒട്ടും കുറയ്ക്കേണ്ട, പിശുക്കേണ്ട കാര്യമില്ല. ലോകത്തിലുള്ള എല്ലാ പശുവിൻ്റെ പാലും എടുത്ത് ഭഗവാൻ അഭിഷേകം ചെയ്യാം മനസ്സുകൊണ്ടാണെങ്കിൽ. മറ്റത് പറ്റിക്കോളുന്നില്ല. സ്വർണ്ണത്തിൻ്റെ ഉരുളി തന്നെ ആയിക്കോട്ടെ പായസം, ഇതിനെ കുറയ്ക്കണു, നന്നായിക്കോട്ടെ. സങ്കല്പിക്കുമ്പോൾ പിശുക്ക് വേണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു ഗുണമുണ്ട് മാനസീ പൂജ, അതാണ് ഉത്തമം. ഇനി അടുത്തതൊന്നുണ്ട്, സോഹം ഉത്തമോത്തമ. അത് തന്നെ ഞാൻ തന്നെ, അതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനേ ഈശ്വരനല്ലാണ്ട് വേറൊന്നുമില്ല. പൂജിക്കണമെങ്കിൽ അന്യനായിട്ട് കാണുമ്പോഴേ പൂജിക്കാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളെ പൂജിക്കണം, നിങ്ങളും ഞാനും വേറെ ആയതുകൊണ്ടാണ്. ഈശ്വരനെ ഉള്ളൂ എന്നുള്ള തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തില്ല, അയാൾക്ക് പിന്നെ ചിലപ്പോൾ ആഹാരം കഴിക്കുന്നത് പൂജ്യവും, നിവേദിക്കുക ആർക്ക്, ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പം അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാവും. അതാണ് രാമകൃഷ്ണദേവനൊക്കെ ഭ്രാന്തം പൂജാരി പറഞ്ഞത്. ചിലപ്പോൾ അദ്ദേഹം ഭഗവതിക്ക് കൊടുക്കുക, അവർ എടുത്ത് കഴിക്കുകയും ഇടയ്ക്ക് ജന്തുക്കൾക്ക് കൊടുക്കും. അങ്ങനെയാണ് അമ്പലത്തിൽ നിന്ന് പറഞ്ഞു വിട്ടത്. കാരണം ഇത് ബുദ്ധിമുട്ടാവും, അത് പ്രയാസമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് അതാണ് കലി, ദ്വാപരം, കൃതം, ത്രേത എന്നൊക്കെ പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ കലികാലത്താവും, അത് ആദ്യപടി. പിന്നെ നമ്മളിങ്ങനെ ഉയർന്ന് അങ്ങനെ ദ്വാപരം, പിന്നെ കൃതയുഗം, പിന്നെ ആ കൃതയുഗത്തിൽ എത്തണം എന്നർത്ഥം. ശാന്തമായിട്ടിരിക്കാൻ ശീലിക്കണം. അതിനുവേണ്ടി ആദ്യപടി അമ്പലത്തിൽ പോവുക, വഴിപാട് കഴിക്കുക, പൂജ കഴിക്കുക, നാമം ജപിക്കുക. ഇങ്ങനെയൊക്കെയായി മെല്ലെ ഉയർന്ന് എപ്പോഴും ശാന്തമായിട്ടിരിക്കാൻ സാധിക്കുക. ഉള്ളിലുള്ള രജോ ഗുണവും തമോ ഗുണമൊക്കെ അസ്തമിക്കണം. അതാണ് താല്പര്യം. പിന്നെ അടുത്ത ചോദ്യമാണ് ഈ രാജാവ് ചോദിക്കുന്നത്. കരഭാജനോട് ചോദിച്ചു, ഈ കലികാലത്ത് ആരെ ആശ്രയിക്കണം? അതൊന്ന് എടുത്തു പറഞ്ഞു. ഈ കലികാലത്ത് നേരത്തെ പറഞ്ഞല്ലോ, ഭഗവാനെ രാമൻ, കൃഷ്ണൻ, കറുപ്പ് നിറത്തിൽ എന്ന് പറയുമ്പം രാമകൃഷ്ണന്മാരെ ധ്യാനിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ധ്യേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. കലികാലത്ത് ഏറ്റവും സൗകര്യം ഈ സംസാരമാകുന്ന സമുദ്രത്തിൽ മുങ്ങിപ്പോവാണ്ടിരിക്കാൻ നല്ലൊരു തോണി, ഭഗവാന്റെ പാദമാകുന്ന തോണി. ആരുടെ? ഇവിടെ ശ്രീരാമൻ്റെ കഥയാണ് പറയുന്നത്.
തെക്വാ സുതുസ്ഥിരസുരേപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവരസായതഗാദരണ്യം. വലിയ സമ്പത്ത് പോലും അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി അത് ത്യജിച്ച് പോയ ആ മഹാനുഭാവനെ ഓർക്കുക. അയാൾക്ക് മുഖ്യമെന്താണ്? ധർമ്മം. അതിനാണ് പ്രാധാന്യം, അല്ലാണ്ട് സമ്പത്തല്ല. അതുപോലെ ആവണം എന്നർത്ഥം. മായാമൃഗം ദയതയേപ്സിതമന്വധാവത് വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. ആ മഹാപുരുഷൻ്റെ ചരണാരവിന്ദം ധ്യാനിക്കുക. ഹരേ രാമ 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 ഹരേ ഹരേ, അതാണ് അർത്ഥം. ഇനിയോ ഹരേ കൃഷ്ണ ധ്യേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. 16,108 കല്യാണം കഴിച്ച് ലക്ഷക്കണക്കിന് കുട്ടികളായിട്ടും ഒരളക്കാർക്കില്ല. ഭഗവാൻ കൗൺസിലിങ്ങിന് പോകാറില്ല. ഡിപ്രഷൻ ആർക്ക്? കൃഷ്ണനെ. അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. അതാണ് വിജയം. അപ്പോഴും ശാന്തനായിട്ട് വർത്തിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന കൃഷ്ണനെ ചിന്തിക്കൂ. അപ്പം യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണനും ധർമ്മിഷ്ഠനായിരിക്കുന്ന രാമനും. ധർമ്മം അനുഷ്ഠിക്കുക. ഈ കലികാലത്ത് ചെയ്യേണ്ടതെന്നത് പറയുകയാണ്. തൻ്റെ ധർമ്മം വൃത്തിയിൽ അനുഷ്ഠിക്കുക. അതിൽ പെട്ടുപോകാണ്ടിരിക്കാൻ യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണനെ ഓർക്കുക. കൃഷ്ണൻ ഉപദേശിച്ച ഗീത പഠിക്കുക. ഏത് ഗീത? ഭഗവത്ഗീതയും പിന്നെ ഉദ്ധവഗീതയും. ഉദ്ധവന് കൊടുക്കുന്ന ഗീതയാണ് ഭാഗവതം. അത് എപ്പോഴും നോക്കുക. അപ്പം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നും നോക്കുന്ന ആൾക്ക് അപകടം സംഭവിക്കില്ല. കാരണം രാവിലെ നോക്കിയ വിഷയമാണ് ഇപ്പോൾ വരുന്നത് മുന്നിലേ. അപ്പോൾ അതിനെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് രാവിലെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അതിന് പഠിച്ച കാര്യമാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ അതിനെ അതിജീവിക്കാൻ പറ്റും. അല്ലാത്തവർക്കാണ് അപ്പോഴേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കെട്ടിത്തൂങ്ങണോ, ഞരമ്പ് മുറിക്കണോ, വണ്ടിക്ക് തല വെക്കണോ, നാട് വിട്ടു പോകണമെന്നൊക്കെ ആലോചിക്കുക. അല്ലാത്തവർക്ക് കുഴപ്പമില്ല. അവർക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. അവർക്ക് അങ്ങനെയുള്ള അപകടം സംഭവിക്കില്ല. കാരണം അവരുടെ ബുദ്ധി ഏകാഗ്രമാണ്. അവർക്ക് അപകട സ്വാധ്യായമുണ്ട്. അതാണ് യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണൻ്റെ ഉപദേശം കേട്ടാൽ മതി. അതുപോലെ ചെയ്യരുത്, ചെയ്യാൻ പുറപ്പെടരുത്. അനുകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാമനെ, ധർമ്മിഷ്ഠൻ, ആ ധർമ്മത്തെ അനുകരിക്കൂ. അതുപോലെ ധർമ്മനുഷ്ഠിക്കൂ. അതാണ് വേണ്ടത് ഈ കലികാലത്ത് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട ആ വസുദേവർക്കുണ്ടായ സന്തോഷം. ഏതശ്രുത്വാ മഹാഭാഗഃ വസുദേവോ അതിവിസ്മിതഃ. ഭഗവാനെ തന്നെ മകനായിട്ട് കിട്ടിയിട്ടും സന്തോഷമില്ലാത്ത വസുദേവർക്ക് ഈയൊരു ഉപദേശം കേട്ടപ്പം ഉണ്ടായ സന്തോഷം ഇതിലപ്പുറം എന്താണുള്ളത്? നമ്മളൊക്കെ ഭാഗ്യവാന്മാരല്ലേ. ഭഗവാനെ മകനായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. ഇക്കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇത്രയേ വേണ്ടൂ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അജ്ഞാനം നീങ്ങി. ദേവകീ ച മഹാഭാഗ ജഹതുഹു മോഹം ആത്മനഃ. ആത്മാവിനെ ബാധിച്ച ആ മോഹം ദേവകിയും ത്യജിച്ചു. ആ അജ്ഞാനം ദേവകിക്കും ഇല്ലാണ്ടിയായി. അങ്ങനെ ആ രണ്ടുപേരും നാരദരെ വീണ് നമസ്കരിച്ചു. നാരദർ വസുദേവർക്ക് പറഞ്ഞ കഥയാണ് ഇപ്പോൾ കേട്ടത്. നിമി നവയോഗി സംവാദം. ഈ ചോദ്യം പണ്ട് നവയോഗികളോട് നിമിരാജാവ് ചോദിച്ചു എന്നും ആ നവയോഗികൾ പറയണത് അങ്ങനെ തന്നെ പറയാം. അതല്ല അതിൻ്റെ ഒരു അതിൻ്റെ ശരി. അപ്പോൾ അവരുടെ ഉപദേശം എന്നുള്ള മട്ടിൽ അങ്ങനെ വർണ്ണിച്ചതാണ്. അതിനുശേഷം പിന്നെ 6-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാദി ദേവന്മാർ വന്ന് ഭഗവാനെ കേമായിട്ട് സ്തുതിക്കുകയാണ്. അവരുടെ സ്തുതി അങ്ങ് ഇപ്പം ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് വന്ന് ഏറെക്കുറെ തീർന്നില്ലേ, തിരിച്ചു വരികയില്ലേ ചോദിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, തിരിച്ചു വരികയില്ലേ ചോദിച്ചാൽ ഇപ്പം ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്നത് എൻ്റെ കുലമാണ്. അതുകൊണ്ട് തതിതം യാദവ കുലം വീര്യശൗര്യശ്രീയോദ്ധതം. ഐശ്വര്യം കുറേ അങ്ങോട്ട് കിട്ടി, ആരോഗ്യവും സൗന്ദര്യവും ഐശ്വര്യവും കിട്ടിയാൽ അഹങ്കരിക്കില്ലേ? ഇപ്പം എൻ്റെ മക്കളും പേരക്കുട്ടികളും വല്ലാണ്ട് അഹങ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതും കൂടി ഇങ്ങോട്ട് ഇല്ലാണ്ടാക്കിയിട്ട് തിരിച്ചു വരാം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞ അർത്ഥം ഭഗവാന് ഇനിയിപ്പം ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഉദ്ധവ എല്ലാം ഒഴിവാക്കണം, എൻ്റെ എന്നുള്ള വിചാരം പാടില്ല ഉദ്ധവ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത് പറയാൻ ഭഗവാൻ ആരാ? ഭഗവാൻ അധികാരം ഉണ്ട്. അതിനാണ് ഇപ്പോൾ ഈ അധ്യായം. ഭഗവാൻ പറഞ്ഞെന്താ? എൻ്റെതും കൂട്ടി മക്കളെയും കൂടി കണ്ടില്ല ഇല്ലാണ്ടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞാൽ അധർമ്മം ചെയ്താൽ അതിപ്പോൾ ആരായാലും എന്താ? അത്രയേ ഉള്ളൂ. ഭഗവാൻ അവിടെ ജഡ്ജിക്കാണെങ്കിൽ പോലും ലേശം ഇളക്കണ്ടാവില്ലേ? തൻ്റെ മകൻ അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെ വിധിക്കുക? ഇവിടെ അതില്ല. അതുകൊണ്ട് ആ മക്കളെയും കൂടി അധർമ്മം ചെയ്യുന്നത് അവരാണ്. ഋഷിമാരെ പരിഹസിച്ചില്ലേ, എന്തൊക്കെ അവർ വാങ്ങിക്കൂട്ടി. അതുകൊണ്ട് അവരുടെ കാര്യം കൂടി ശരിയാക്കിയിട്ട് വരാം. ഈ ദ്വാരക കടലിൽ മുക്കിയിട്ട് വരാം. എന്താണ്? അല്ലെങ്കിൽ പിന്നെ അതും പറഞ്ഞ ആളുകൾ വരും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ടിട്ട് ആകെ അപകടമാക്കും. അതുകൊണ്ട് അതും കൂടി അങ്ങോട്ട് കടലിൽ താഴ്ത്തിയിട്ട് ഞാൻ വരാം. ഒന്നും ഇവിടെ അവശേഷിപ്പിക്കുന്നില്ല. കാരണം അത് വെച്ചാൽ പിന്നെ അത് വെച്ച് പൂജിക്കാൻ നിൽക്കും. അതിൽ മാത്രമേ ഈശ്വരമുള്ളൂ എന്ന് പറയും. എല്ലാത്തിലും കാണാതെയാവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേണ്ട. ഞാൻ ആ ദ്വാരക കടലിൽ മുക്കി എൻ്റെ മക്കളെ കല്യാണ്ടിയാക്കിയിട്ട് ഞാൻ വരാം എന്ന് പറയുന്നു.
ബ്രഹ്മാദേവന്മാർ തിരിച്ചു പോകുന്നു. അവിടേക്ക് മക്കളൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങളായിട്ട് നടക്കുന്ന സമയത്ത് ഭഗവാൻ അവരെ വിളിച്ച് ഉപദേശിക്കുന്നു. ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, അത്രേ പറ്റുള്ളൂ. അല്ലാതെ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് ഇതിലപ്പുറം എന്താ ചെയ്യാൻ പറ്റൂ? നമുക്കിങ്ങനെ ഇരുന്ന് പറയാമെന്നല്ലാതെ ഇപ്പം ഇതിലപ്പുറം എന്താ ചെയ്യാൻ പറ്റുക? മക്കൾക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ അവർ കേൾക്കണം എന്നുള്ള വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? അതിലൊന്നും കാര്യമില്ല. നമുക്ക് പറയാം, അത്രേ പറ്റുള്ളൂ. കേൾക്കണോ വേണ്ടതൊക്കെ അവർ തീരുമാനിക്കും. അത് അവരുടേതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉള്ളിലുണ്ട്, അതിനനുസരിച്ച് അവർ ചെയ്യുള്ളൂ. പറയേണ്ടത് പറയാം, ഇനി പറഞ്ഞില്ല എന്നാ വേണ്ട. അതുകൊണ്ട് പറയേണ്ടത് പറയാം. ഭഗവാൻ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ന വസ്തവ്യം ഇഹാസ്മാഭിഹി ജിജീവിഷുഭിരാര്യകാഹ പ്രഭാസം സുമഹത് പുണ്യം. എല്ലാവരും ശാന്തമായ സ്ഥലത്തേക്ക് മാറിക്കോളൂ, പ്രഭാസത്തിലേക്ക്. ഇനിയുള്ള കാലം അത്ര നല്ല കാലമല്ല, അപകടമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കഴിയുക. എന്താണ്? ഈശ്വര പ്രാർത്ഥന, ഈശ്വര പൂജ, അതുപോലെ പിതൃകർമ്മങ്ങൾ ഒക്കെ ചെയ്യുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മനസ്സെപ്പോഴും അടങ്ങിയിരിക്കുക. കാരണം ചലിക്കാനുള്ള സാധ്യത ഉണ്ട്, രജസ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അഹന്ത വരാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ സൂക്ഷിക്കാൻ, നല്ല എന്തെങ്കിലും വിശേഷമൊക്കെ വരാൻ പോകുന്നത് സൂക്ഷിക്കാൻ പറയില്ലേ? ഇനി അപകടമാവാൻ നിൽക്കണ്ട, SLC പരീക്ഷയ്ക്ക് വരുന്നത്, പുറത്തിറങ്ങി വല്ലാണ്ട് കളിച്ച് കാല് പൊട്ടിയ ബുദ്ധിമുട്ടാവുക. കാല് പൊട്ടിയ പിന്നെ എഴുതാം, കൈ പൊട്ടിയാലോ. അപ്പം അതുകൊണ്ട് ആ സമയമാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പോലെ ഭഗവാൻ പറയണം, കരുതണം. ഇനി അങ്ങോട്ട് ഒന്ന് കരുതുന്നത് നല്ലതാണ്, ഇനിയുള്ള കാലം അത്ര നല്ലതല്ല. സൂചനയൊക്കെ ഭഗവാൻ കൊടുത്തു. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, മദ്യം എടുക്കരുത്. എന്താണ്? കാരണം ഇവരുടെ സ്വഭാവം ഭഗവാൻ അറിയാം. മദ്യം എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ തന്നെ ബുദ്ധിയില്ല. ഇനി പൊത്ത് കഴിച്ചിട്ടുള്ള ബുദ്ധിയും കൂടി ഇല്ലാണ്ട് ആക്കണ്ട. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞെങ്കിലും അതിൽ ഒരാൾ പോലും ഇത് കേട്ടില്ല. അവരൊക്കെ മദ്യം എടുത്തിട്ടാണ് പോയത്. അത് ചെറിയ കുപ്പിയിലൊന്നല്ല, ടിന്നിലാക്കി വലിയ വലിയ ക്യാനിലാക്കി കൊണ്ടുപോയി അവിടെ എത്തി പിതൃകർമ്മങ്ങളും ഈശ്വര പൂജയും ചെയ്തു എന്ന് വരുത്തി. ഇന്ന് ലോകത്ത് അധികം അങ്ങനെയാണ്, ചെയ്യലല്ല, സപ്താഹം നടത്തിയെന്ന് വരുത്തി. നടത്തല അതങ്ങോട്ട് നടന്നു. പ്രത്യേകിച്ച് ഇപ്പം എന്തേ ഗുണം ഉണ്ടായി ചോദിച്ചാൽ കുറേ ചാക്ക് അരി വെച്ചു. ആരൊക്കെയോ കുറ്റം പറയല്ല കേട്ടോ, അങ്ങനെയല്ല. ചിലപ്പോൾ അങ്ങോട്ട് മടുപ്പ് വരും. പല ആചാര്യന്മാരും നിർത്തി, വയ്യ. കാരണം പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവണമില്ല, ബുദ്ധിമുട്ടുണ്ട് താനും, അങ്ങനെ വയ്ക്കുമോ? അത് വലിയ പ്രയാസമാണത്. അതിൻ്റെ സംഗതി എന്ത് മനസ്സിലാക്കണില്ല. എല്ലാവർക്കും പതിരിനോടാ താല്പര്യം. എന്ത് ചെയ്യും? അതാണ് വിഷയം. അതിൻ്റെ ആ പുറമൊഴിയിലൊക്കെയാണ് ഭ്രമം. അത് വന്നോ, രുക്മിണി എഴുന്നള്ളിച്ചോ, കൊണ്ടുവന്നോ, അവിടെ അത് വെച്ചോ, അങ്ങനെയുള്ള കാര്യം ചോദിക്കുന്നില്ലാണ്ട് അവിടെ എന്തേ വായിച്ചോ പറഞ്ഞോ, അത് ചോദ്യമില്ല. ആ പേജ് വിട്ടോ, അതൊന്നുമില്ല. വായിച്ചോ, ആ കഥ, ആ വിഷയം പറഞ്ഞോ, ആ പറയേണ്ടതൊക്കെ വേണ്ടതുപോലെയായോ, ഇതിലൊന്നും ശ്രദ്ധയില്ല. ഉള്ളിലെന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായോ, സദ്വിചാരം വളർന്നു, കുറച്ചെങ്കിലും ദുർവാസന കുറഞ്ഞോ, ഇതിനെപ്പറ്റിയൊക്കെ ആര് വിലയിരുത്തുന്നുണ്ട്? അപ്പം അങ്ങനെയുള്ള വിഷയം ആണ്. അതാണ് ചെയ്തു എന്ന് വരുത്തുക. അങ്ങനെ അവരൊക്കെ ചെയ്തു എന്ന് വരുത്തി, പ്രത്യേകിച്ച് ഗുണമൊന്നും അവർക്ക് ആ കർമ്മം ചെയ്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് കാണിക്കണത്. പഴയ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് അവർ തമ്മിൽ വാക്തർക്കായി ആദ്യമൊക്കെ. പിന്നെ വാക്കിൽ നിന്നില്ല, കയ്യിലുള്ള ആയുധം അവരെടുക്കാൻ തുടങ്ങി. ബുദ്ധി നഷ്ടപ്പെട്ടു. സഹോദരന്മാർ തമ്മിലാണ് വെട്ടണത്. കുറച്ച് കഴിഞ്ഞു കയ്യിലുള്ള ആയുധങ്ങൾ വീണു. ആയുധം വീണ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുനിയാൻ വയ്യ, നല്ല പൂസാണ്. ഒന്ന് ബാലൻസ് തെറ്റിയ വീണാൽ പിന്നെ ഇവർ എടുക്കാൻ വേറെ ആൾ വരണം. കയ്യിലുള്ള ആയുധം പോയപ്പോൾ കുനിയാൻ വയ്യ. പിന്നെ അവരെ നോക്കി കുനിയാണ്ട് എന്താ കിട്ടുക നോക്കിയ സമയത്ത് അന്ന് പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞില്ലേ, ഏരകപ്പുല്ല് രാഗി പൊടിച്ച് കടലിൽ കളഞ്ഞത് ഏരകപ്പുല്ലുകളായിട്ട് മുളച്ച് മൂർച്ചുള്ള ഒരു തരം പുല്ലായിട്ട് ആ പുല്ല് പൊട്ടിക്കാൻ തുടങ്ങി. അത് പൊട്ടിച്ച് പരസ്പരം അവർ വെട്ടി മരിക്കുകയാണ്. ഇങ്ങനെയാണ് ഭഗവാന്റെ മക്കൾ മരിക്കുന്നത്. ഇതൊക്കെ നടക്കുന്നൊരു ഭാഗത്ത് എല്ലാവരും ഭഗവാന്റെ വാക്ക് കേട്ട് ഭഗവാനെ വിട്ടു പോയ സമയത്ത് ഒരാൾ മാത്രം ഭഗവാന്റെ പിന്നാലെ വരികയാണ്. അതാണ് ഉദ്ധവൻ. എല്ലാവരും പോകുന്ന സമയത്ത് അദ്ദേഹം ഒഴുക്കിനെതിരെ നീന്തുക. എല്ലാവരും ഭഗവാനെ വിട്ടാൽ സുഖാവും എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ വിട്ടു പോവുകയാണ്. ഭഗവാന്റെ വാക്കിൽ ഭ്രമിച്ച് ഭഗവാനെ വിട്ടു പോകണു. ഉദ്ധവൻ മാത്രം ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരണു. ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന. ഭഗവാൻ, എനിക്ക് മനസ്സിലായി അങ്ങയുടെ ആ ഒരു നാടകം അവസാനിക്കാൻ പോവാന്ന് എനിക്ക് മനസ്സിലായി. വേഷം അഴിച്ചു വയ്ക്കാൻ പോവുകയല്ലേ. അങ്ങയോട് ഈ വേഷം അഴിച്ചു വയ്ക്കേണ്ട പറയാൻ ഞാൻ ആരുമല്ല, അതൊക്കെ അങ്ങ് തീരുമാനിക്കുന്നതാണ്. പക്ഷെ ഒന്നെനിക്ക് പറയാലോ, എന്നെ കൂടി കൊണ്ടുപോകണമെന്ന് പറയാലോ. അങ്ങോട്ട് പോകണ്ട പറയാൻ ഞാൻ ആരാ? അത് അങ്ങ് തീരുമാനിക്കുന്നതാണ്. പക്ഷെ കൂടെ എന്നെ കൂടി കൊണ്ടുപോയി കൂടെ. നാഹം തവ അംഘ്രി കമലം. അങ്ങേക്ക് അറിയാലോ എൻ്റെ കാര്യം. എനിക്ക് അങ്ങയുടെ പാദം വിട്ടിരിക്കാൻ ഒരിക്കലും പറ്റില്ല. ക്ഷണാർദ്ധം അഭികേശവ. ഒരു ക്ഷണത്തിൻ്റെ അർത്ഥം പോലും, ഒരു ലവനിമിഷം പോലും എനിക്ക് അങ്ങയെ മറന്നിരിക്കാൻ പറ്റില്ല. തെക്തും സമുത്സഹേ നാഥ. അതുകൊണ്ട്
സ്വധാമനയ മാം അഭി, അങ്ങ് പോണ ദിക്കിലേക്ക്, അങ്ങയുടെ തറവാട്ടിലേക്ക് എന്നെ കൂടി അങ്ങ് കൊണ്ടുപോകണേ. കാരണം എനിക്ക് അങ്ങയെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം, അങ്ങയുടെ പാദത്തിന് സേവ ചെയ്തും കൊണ്ട് അങ്ങയുടെ കൂടെ തന്നെ. തവ വിക്രീഡിതം കൃഷ്ണനൃണാം പരമമംഗളം കർണപീയൂഷമാസ്വാദ്യ തെജത്യന്യസ്പൃഹാം ജന. ഞാൻ അങ്ങയുടെ കൂടെ തന്നെയല്ലേ എപ്പോഴും. ശയ്യാസനാടനസ്ഥാന സ്നാന ക്രീഡാശനാദിഷു. ഉണ്ണുമ്പോൾ ഒരുമിച്ച ഉദ്ധവരെപ്പോഴും ആരുടെ കൂടെ ഉണ്ടാവും? എപ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ആണ്. ആര് കൂടെ ഉണ്ട്? ഇനി കുബ്ജരടുത്തേക്ക് പോകുമ്പോഴും ഉദ്ധവൻ കൂടെ ഉണ്ട്. എവിടെ പോകുമ്പോഴും എന്ന് പറഞ്ഞാൽ ഭഗവാനെ വിട്ടാരിക്കണില്ല. ഉദ്ധവൻ ഒരിക്കലും ഇരിക്കണില്ല. ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ചും കൊണ്ട് ഭഗവാൻ അണിഞ്ഞ മാല അത് വേറെ കുറച്ച് കഴിഞ്ഞ് പുതിയ മാല കിട്ടിയത് അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഉദ്ധവൻ കൈ നീട്ടും, തിന്നേക്കും, അത് ധരിക്കുക. ഭഗവാൻ കഴിച്ച് കഴിയുമ്പോഴേക്കും ഒരു ഉരുള ബാക്കി വെക്കണേ എന്ന് പറഞ്ഞ് അത് പോയി കഴിക്കുക. ഭഗവാൻ തൊട്ട കുറിയുടെ ബാക്കി അത് ഗോപിക്കുരി അതുപോലെ തൊടുക. ഇതുപോലെ ഭഗവാന്റെ കൂടെ കൂടി ഉദ്ധവൻ ഭഗവാന് സമമായിട്ടുണ്ട്. ഇനി ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഉദ്ധവനും ഞാൻ രണ്ടല്ല, ഉദ്ധവൻ ഒരിക്കലും എന്നെക്കാൾ ഒട്ടും കുറവല്ല എന്നാര് പറയുന്നുണ്ട്? ഭഗവാൻ ശ്രീവത്സല്യ എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ കണ്ടാൽ ആർക്കും മാറിപ്പോവും. അങ്ങനെയുള്ള ഞാൻ ഇതാണ് ഉച്ഛിഷ്ടഭോജിനോദാസാഹ. അങ്ങയുടെ പ്രസാദം കഴിച്ച് ഈ പുഷ്ടിപ്പെട്ട ഈ ഒരു ദേഹം ഞാൻ ഈ മായയെ ജയിച്ചോളാം ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഇപ്പം അങ്ങ് പെട്ടെന്ന് പോകുക എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് സ്വധാമനയ മാം അഭി, എന്നെ കൂടി അങ്ങ് കൊണ്ടുപോകണേ എന്ന് പറയുന്ന സമയത്ത് ഭഗവാൻ ഉപദേശം കൊടുക്കുകയാണ് ഉദ്ധവന്. ഉദ്ധവ അങ്ങനെ പറഞ്ഞാൽ പറ്റൂ, സമയമാകുമ്പം വേഷം അഴിച്ചു വെച്ചാലേ പറ്റൂ, താൻ സന്യസിച്ചേ പറ്റൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മളിതൊക്കെ ഒഴിവാക്കണം. ഇത് നമ്മളെ ഒഴിവാക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ദേഹം നമ്മളെ പറ്റിക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് പറ്റിക്കണം. ആരെ? കാലൻ നമ്മളെ നോക്കി പരിഹസിക്കുന്നതിന് മുമ്പ് നമ്മൾ കാലനെ, അതാണ് വേണ്ടത്. ഈ ദേഹം നാളെ നമ്മളെ പറ്റിക്കും. അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? ഈ ദേഹത്തെ നമ്മൾ മനസ്സുകൊണ്ട് ഒഴിവാക്കുക. അത്രേ വേണ്ടൂ. കെട്ടിത്തൂങ്ങണ്ട. അതാ പറയുന്നത്. കേൾക്കുമ്പോൾ ചേട്ടൻ അങ്ങനെ വിചാരിക്കും, മനസ്സുകൊണ്ട് ഒഴിവാക്കി. ഇനിയിപ്പോൾ ഇത് രോഗം വന്നാലും സാരമില്ല, ഇനി രോഗം മാറിയാലും സാരമില്ല, ഇനിയിപ്പോൾ ഒരു 100-110 പോലെ ഇരുന്നാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ICUലായാലും കുഴപ്പമില്ല, വെന്റിലേറ്ററിലായാലും സാരമില്ല, ഒന്നൊരു വിഷയമില്ല എന്നാണ്. അതേപോലെ ഒഴിവാക്കാൻ മനസ്സുകൊണ്ട് ഒഴിവാക്കിയാൽ മതി. അത് ശീലിക്കണം. അതാണ് ത്യാഗം. അവിടെ കാവി മുക്കണം എന്നോ സന്യസിക്കണം എന്നോ, സന്യസിച്ച തെറ്റൊന്നുമില്ല, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം, നിർബന്ധമില്ല എന്നർത്ഥം. മനസ്സ് കാവി മുക്കുക, ശരീരം മുക്കിയില്ലെങ്കിലും മനസ്സൊന്ന് ത്യജിക്കണം എന്നാണ് ത്യാഗം. ത്യാഗം സന്യാസലക്ഷണം. സന്യാസലക്ഷണം എന്ന് പറഞ്ഞാൽ ത്യാഗം, അല്ലെങ്കിൽ ജ്ഞാനം സന്യാസലക്ഷണം, ജ്ഞാനം. അതാണ് ഇവിടെ വിഷയം. അത് ഉപദേശിക്കുന്നു ഉദ്ധവർക്ക്. അങ്ങനെയാണ് 24 ഗുരുക്കന്മാരുടെ കഥ. ഇവിടെയുള്ള എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് ഉദ്ധവ. ഇവിടെ പ്രകൃതിയിൽ നോക്കിയാൽ എല്ലാവരും നമ്മളോട് പറയണത് എന്താ ആവശ്യമുണ്ടോ? എന്താ പറയണത്? ശീലിക്കൂ എന്നാണ്. എന്ത്? ജ്ഞാനത്തെ ആർജിക്കൂ, ശാന്തനായിട്ടിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളത് കേൾക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിലേ ഈ ഒരു പ്രപഞ്ചം യൂണിവേഴ്സിറ്റിയായി മാറുള്ളൂ. പഠിക്കാനുള്ള മനസ്സില്ലാത്തവർക്ക് ഇനിയിപ്പോൾ വലിയ വിദ്വാൻമാരെ കണ്ടാൽ അവരൊന്നും പഠിക്കില്ല. അതുകൊണ്ട് ഉദ്ധവ, താൻ ഇത് മനസ്സിലാക്കണം. തനിക്ക് ഞാനിത് പറഞ്ഞിട്ടേ പോവുള്ളൂ. പെട്ടെന്ന് പോകാൻ നോക്കിയ ഭഗവാൻ പോയില്ല. ഉദ്ധവർക്ക് കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് സംശയമൊക്കെ തീർന്നില്ലേ ഉദ്ധവ? തീർന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആര് പോണത്? എന്നാൽ ഉദ്ധവ, എന്നാൽ പിന്നെ ഇവിടെ നിൽക്കണ്ട, ഞാൻ ഈ ദേഹം ഉപേക്ഷിക്കാൻ പോവുകയാണ്, ഇത് കണ്ട് താൻ പരിഭ്രമിക്കാൻ നിൽക്കണ്ട, പോയിക്കോളൂ ബദരികാശ്രമത്തിലേക്ക് എന്ന് പറഞ്ഞ് അയക്കുകയാണ്.